ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഗൗരഭാഗവതം തുടരാം. എന്താണ് ഗൗരഭാഗവതം? ആദ്യമായിട്ട് ലൈവിൽ വരുന്ന ഭക്തർക്ക് വേണ്ടി പറയുകയാണ്. ഗൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരാംഗൻ, ഗൗരാംഗ എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ചുരുക്കിയുള്ള പേരാണ് ഗൗര എന്ന്. ആരാണ് ഈ ഗൗരാംഗൻ എന്ന് പറയുന്നത്? ഗൗരാംഗൻ എന്ന് പറഞ്ഞാൽ ഗൗര നിറമുള്ളവൻ എന്നാണ്, സുവർണ നിറമുള്ളവൻ. അതാരാണ് ഈ സുവർണ നിറമുള്ളവൻ? സ്വർണത്തിൻ്റെ നിറമുള്ളവൻ. അത് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ളൊരു അവതാരമാണ്. കലിയുഗത്തിലുള്ള ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് വരികയാണ്. 500 വർഷങ്ങൾക്ക് മുമ്പേ ബംഗാൾ പ്രദേശത്താണ് ഭഗവാൻ അവതരിച്ചത്. ആ ഗൗരാംഗ അവതാരത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഭക്തർക്കായിട്ട്. പക്ഷേ ശാസ്ത്രാനുസൃതമാണ് ഈ അവതാരം. ആരുടെയും ഊഹാപോഹമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടതല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഹിസ്റ്ററി പഠിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട സാധുജനങ്ങളെക്കുറിച്ച് പറയുള്ളൂ. ഭക്തി വിപ്ലവത്തിൻ്റെ ഒരു കാലമായിരുന്നു ഏകദേശം 500 വർഷം മുമ്പേ. ആ സമയത്ത് നമ്മുടെ ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ അവരുടെ പട്ടികയിൽ ഏറ്റവും പ്രധാന സ്ഥാനം നിർവഹിക്കുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ആചാര്യൻ മാത്രമല്ല, സാക്ഷാൽ ഭഗവാനാണ്. അത് ആ ഒരു പരമ്പരയിലൂടെ ഭഗവാന്റെ ശിക്ഷണങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. ഭഗവാന്റെ ആ വ്യക്തിത്വത്തെ കൂടുതൽ പ്രകടിപ്പിച്ചിട്ടില്ല. ഭഗവാനാണെന്നുള്ള ആ സത്യം എല്ലാവരിലും അറിയിച്ചിട്ടില്ല. കാരണം ഭഗവാന്റെ ഉദ്ദേശം അതല്ലായിരുന്നല്ലോ. കാരണം ഇതിനു മുമ്പേ ഭഗവാൻ അവതാരമൊക്കെ എടുക്കുമ്പോൾ ശത്രു സംഹാരം, എല്ലാവരെയും കൊന്നുകൊണ്ടും അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ടും അസുരന്മാരെയൊക്കെ കൊന്നുകൊണ്ടുമാണ്. ഇപ്രാവശ്യം ഭഗവാൻ ആ ഒരു ഈശ്വരഭാവം കാണിക്കാനല്ല വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ചില നിർണായക ഘട്ടങ്ങളിൽ ഭഗവാന്റെ ലീലകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എല്ലാവർക്കും കാരുണ്യം നൽകുക എന്നതാണ്. കലിയുഗത്തിലുള്ള ഏറ്റവും പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പോലും ഉദ്ധരിക്കുക, അവരുടെ ഉള്ളിലെ ആ അതായത് ഒരു ജയിലിനകത്ത് കിടക്കുന്ന വ്യക്തിയുടെ ആ ക്രിമിനൽ മെൻറ്റാലിറ്റിയെ മാറ്റുക എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ചെയ്തത്. നമ്മുടെ ഈ ഭൗതിക ലോകം ഒരു കാരാഗ്രഹമാണ്. നമ്മളല്ല നമ്മുടെ ജനനം നിശ്ചയിക്കുന്നത്. രോഗത്തിനടിമയാവുന്നു, വാർദ്ധക്യത്തിനടിമയാവുന്നു, മരണപ്പെടുന്നു. ഇതൊന്നും നമ്മൾ നിയന്ത്രിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴെല്ലാം പല സുഖദുഃഖങ്ങളുടെയും മധ്യത്തിൽ പെട്ടുകിടക്കുകയാണ്. നമുക്ക് സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദമൊന്നും അനുഭവിക്കുന്നില്ല. ദുഃഖം ഇല്ലാത്തതിനെയാണ് സുഖമെന്ന് നമ്മൾ കരുതുന്നത്. അന്നേരം സുഖവും ദുഃഖത്തിൻ്റെയും മധ്യത്തിലാണ് നമ്മൾ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഇതെല്ലാം ശരീരത്തിൻ്റെ ഒരു ബോധ മണ്ഡലങ്ങളിലാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ ആത്മീയ അവബോധത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല. അന്നേരം നമുക്കായിട്ട് ആ ഒരു വഴി തുറന്നു നൽകാൻ വേണ്ടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നത്. ഭഗവാനെ പല പേരുകളിലും പറയാറുണ്ട്. ഗൗരാംഗൻ, നിമായി, വിശ്വംഭരൻ. അങ്ങനെ ഭഗവാന്റെ ലീലകളനുസരിച്ച് പല പല പേരുകളും ഭഗവാനുണ്ട്. ഗൗരഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ലീലകളാണ്. ഭാഗവതം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഭാഗവതയുള്ളത് ശ്രീമദ് ഭാഗവതമാണ്. ആ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് തന്നെയാണ് ഈ ഗൗരഭാഗവത്തിൽ വർണ്ണിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു? കാരണം മാർച്ച് 14-ാം തീയതി ഗൗരപൂർണിമയാണ്. എങ്ങനെയാണോ നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്, അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്, അതേപോലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ വന്ന് അവതരിച്ച ദിവസമാണ് മാർച്ച് 14-ാം തീയതി. അതിനോടനുബന്ധിച്ച് ഏകദേശം ഒരു മാസത്തോളം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെയും വൈകുന്നേരത്തും നമ്മൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയുന്നവർക്ക് ആ ലീലകൾ കേൾക്കുമ്പോൾ ഒരുപാട് ആനന്ദം ലഭിക്കും. ഇതുവരെ അറിയാത്തവർക്ക് പുതിയ അറിവുമായിരിക്കും. കാരണം കലിയുഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരേ ഒരു ആശ്രയം ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭുവിലൂടെ മാത്രമേ
നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വൃന്ദാവനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രീമതി രാധാറാണി ആരാണെന്ന് മനസ്സിലാക്കും. ഗോപികമാരും വൃന്ദാവനത്തിൻ്റെ ആ നിഗൂഢതകളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ഭഗവാന്റെ ഒരു നിത്യപാർശ്വനായിട്ട് നമ്മൾ മാറണമെങ്കിൽ, പൂന്താനം നമ്പൂരിപ്പാടും കുറൂരമ്മയും പറഞ്ഞ ആ വഴികൾ, അവർ പോയ ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നൽകുന്ന ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനും, സനാതനധർമ്മം പൊതുവെ ഹിന്ദുത്വം എന്ന് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ സനാതനധർമ്മം യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ പ്രവണതയാണ്. ആത്മാവിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായിട്ടുള്ള ഒരു പ്രേമബന്ധമാണ്. ആ ഉയർന്ന തത്വങ്ങൾ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാനുമുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ ഗൗരവഭാഗവതം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകുന്നേരത്ത് 6 മണിക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പറ്റുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ലൈവിൽ പങ്കെടുക്കാം. ഇനി ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഗുരുപരമ്പര മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഗുരുപരമ്പരയുടെ, കാരണം ഗുരുപരമ്പരയിലൂടെയാണ് അടിയനി അറിവുകളൊക്കെ നൽകുന്നത്. എൻ്റെ ഊഹാഭോഗങ്ങളല്ല. ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. ഗുരുപരമ്പരയുടെ അനുവാദത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകടാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാന്വിതം ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപ്രതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമോദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷവാദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാദ്യ ശ്രീരൂപാനുഭക്തിദ ശ്രീഗൗരകരുണാശക്തിവിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭോഗേ പദാംബുജായിനേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഘോരാവിർഭാവമസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമോ. മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യായ ഗൗരകൃസേ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്തം
നമാമി ഭക്തശക്തി വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते. जयदां सुरदो बंगो नवमंदमतेर्गति मत्सर्वस्व पादां भूधो राधा नमो. दिव्यत्वृन्दारण्यगत्वद्रुमद श्रीमद्रत्नागर सिंहासनस्थो श्रीमद् राधा श्रीलगोविन्ददेवो प्रेष्ठालभिसेव्यमानो स्मरामि. श्रीमन्रासरसहरम्ये वंशीवरत्तरस्थिता कर्षन् वेणुस्वने गोपी गोपीनाथश्रीस्तु तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. प्रणमामि हरिप्रिये प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ രണ്ട് കള്ളന്മാർ ഭഗവാനെ അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഒരു ലീല വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ, പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ, ഒരു ഇങ്ങനെ പല പല തീർത്ഥസ്ഥലങ്ങളിലും നടക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം ജഗന്നാഥ് മിശ്രയുടെ വീട്ടിലേക്ക് എത്തി. ജഗന്നാഥ് മിശ്ര അറിയാലോ ആരാണ്? സാക്ഷാൽ നന്ദമഹാരാജാണ്. എന്നാൽ ഈ ബ്രാഹ്മണനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗോപാല വിഗ്രഹമുണ്ട്. ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ഇപ്പോൾ ആ ബ്രാഹ്മണൻ ജഗന്നാഥ് മിശ്രയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ഭഗവാനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ജഗന്നാഥ് മിശ്രയ്ക്കും ഷജിമാതയ്ക്കും സാധുജനങ്ങൾ വീട്ടിൽ സന്ദർശിക്കുന്ന ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പ്രസാദമൊക്കെ നൽകി. അതവർക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ്. അവരുടെ കയ്യിൽ അധികം സമ്പത്തൊന്നുമില്ല, പക്ഷെ അവരെങ്ങനെയെങ്കിലും അവർ തയ്യാറാക്കി അവർക്ക് അതിഥികൾ, പ്രത്യേകിച്ച് വൈഷ്ണവ കൃഷ്ണഭക്തർ വീട്ടിലെത്തുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. എന്നാലും ഇദ്ദേഹമാണെങ്കിൽ ഗോപാല വിഗ്രഹമായിട്ടാണ് എല്ലായിടത്തും നടക്കാറുള്ളത്. എന്നാൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ജഗന്നാഥ് മിശ്ര ക്ഷണിച്ചു വീട്ടിലേക്ക്. അന്നേരം ഉടനെ ആ ബ്രാഹ്മണ ഭക്തൻ പറഞ്ഞു,
ഞാൻ പൊതുവേ ഒന്നും കഴിക്കാറില്ല. അതായത് വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും അത് പ്രസാദമാണെങ്കിൽ പോലും അത്, കാരണം ഞാൻ എൻ്റെ ഗോപാലിന് കൊടുത്തിട്ടേ ഞാനെല്ലാം കഴിക്കൂ എന്ന് ബ്രാഹ്മൺ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഗോപാലിന് കൊടുത്തിട്ടേ ഞാൻ എല്ലാം കഴിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, എനിക്ക് എന്തെങ്കിലും ഫലമൂലാദികൾ തന്നാൽ മതി, അത് ഞാൻ ഗോപാലിന് കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതായത് ഗോപാലിന് കൊടുക്കാത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല എന്നാണ് ആ ബ്രാഹ്മണ ഭക്തൻ പറഞ്ഞത്. അന്നേരം ജയനാഥ് മിശ്ര പറഞ്ഞു, അങ്ങ് എപ്പോഴും ഈ ഫലമൂലാദികൾ മാത്രമാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് നല്ലൊരു സുഭക്ഷ്യമായിട്ടുള്ളൊരു സദ്യ തയ്യാറാക്കാൻ അങ്ങ് നമ്മളെ അനുവദിക്കണം. അങ്ങ് നമ്മുടെ അതിഥിയാണ്. അതുകൊണ്ട് ഫലമൂലാദികൾ മാത്രം കഴിപ്പിച്ച് അങ്ങ് എങ്ങനെ വിടാൻ കഴിയും? അതുകൊണ്ട് നല്ലൊരു പ്രസാദം തരാനായിട്ട് അങ്ങ് നമ്മളെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല നിവേദ്യം നമ്മൾ തയ്യാറാക്കാം, എന്നിട്ട് അങ്ങത് ഗോപാലിന് കൊടുക്കും. നമ്മളും ബ്രാഹ്മണ ഭക്തരാണ്, അതുകൊണ്ട് അശുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നല്ലൊരു നിവേദ്യം നമ്മൾ തയ്യാറാക്കി തരാമോ? അങ്ങനെ ഒരുവിധം ബ്രാഹ്മണൻ സമ്മതിച്ചു. അങ്ങനെ ശചിമാതയുടെ കൂട്ടുകാരികളെല്ലാവരും കൂടെ ചേർന്ന് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു സദ്യ തയ്യാറാക്കി. എന്നിട്ട് ബ്രാഹ്മണൻ എന്ത് ചെയ്തു, അത് ഗോപാലിനെ നിവേദിക്കാനായിട്ട് ആ നിവേദ്യ പാത്രത്തിലൊക്കെ തയ്യാറാക്കി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് പൊതുവേ നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കണ്ണടച്ച് നല്ല ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കണം വന്ന് നിവേദ്യം സ്വീകരിക്കാനായിട്ട്. അങ്ങനെ ബ്രാഹ്മണൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ഗോപാല വരൂ, ഇത്രയും നല്ലൊരു നിവേദ്യം അങ്ങേര സന്തോഷത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്, അങ്ങ് സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഗോപാലൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചു നിമായി ആ ഭോഗപാത്രത്തിൽ, അതായത് നിവേദ്യപാത്രത്തിൻ്റെ അടുത്തെത്തി എല്ലാം കഴിക്കാൻ തുടങ്ങി. അന്നേരം ഇത് കണ്ട ഉടനെ വീട്ടിലുള്ള മക്കൾ, അയ്യോ അയ്യോ കുട്ടി ഇതാ ഭക്ഷണം കഴിക്കുന്നു, നിവേദ്യപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് എല്ലാവരും ബഹളം ഉണ്ടാക്കി. ഈ ശബ്ദം കേട്ടിട്ട് ബ്രാഹ്മണൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൊച്ചു നിമായി നിവേദ്യം എല്ലാം കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. അന്നേരം ബ്രാഹ്മണൻ പറഞ്ഞു, ഷോ എല്ലാം നശിപ്പിച്ചു. അന്നേരം ആ ബ്രാഹ്മണ ഭക്തന് മനസ്സിലായില്ല, സാക്ഷാൽ ഗോപാലൻ തന്നെയാണ് ഇവിടെ നിമായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. അന്നേരം ഗോപാലന്, ആ ബ്രാഹ്മണന് തോന്നി ഈ കുട്ടി എല്ലാം നശിപ്പിച്ചു, നിവേദ്യം എല്ലാം നശിപ്പിച്ചു എന്ന് വിചാരിച്ചു. ജയനാഥ് മിശ്ര ഈ ബഹളമെല്ലാം കേട്ടിട്ട് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. ജയനാഥ് മിശ്രയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. കാരണം ഇദ്ദേഹം ഭക്ഷണം കഴിക്കാനേ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. നമ്മൾ ഇത്രയും ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിച്ചതിന് തുല്യമായില്ലേ. ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് നിമായിയെ വഴക്ക് പറയാൻ തുടങ്ങി. അന്നേരത്തേക്ക് നിമായി ഓടി അവിടുന്ന് വീട്ടിൽ പോയി എവിടെയോ പോയി ഒളിച്ചു. അന്നേരം ജയനാഥ് മിശ്ര ഒരു വടി എടുത്തിട്ട് നിമായെ അടിക്കാനായിട്ട് പോവുകയാണ്. നീ നിന്റെ കുസൃതി ഒരുപാട് കൂടുന്നുണ്ട്, നീ എന്തിനാണ് ഈ ഭഗവാൻ വെച്ച നിവേദ്യം കഴിച്ചതെന്ന് പറഞ്ഞ് ഓടിച്ചു. ഇത് കണ്ടിട്ട് ബ്രാഹ്മണന് ഭയങ്കര വിഷമായി. എന്നിട്ട് പറഞ്ഞു, കുട്ടിയെ അടിക്കരുത്, കുട്ടിയെ വഴക്ക് വരുന്നത്, അത് കൊച്ചു കുട്ടിയല്ലേ, ആ കുട്ടിക്ക് എന്താ അറിയാം, അത് കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് കഴിക്കാൻ യോഗമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഫലമൂലാദികൾ തന്നാൽ മതിയല്ലോ. ഉടൻ തന്നെ അവിടെയുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് അഭ്യർത്ഥിച്ചു, അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, നമ്മളൊക്കെ ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്ന ഗൃഹസ്ഥരാണ്, അങ്ങേപ്പോലുള്ള സാധുജനങ്ങൾ വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം, അങ്ങൊന്നും കഴിക്കാതെ പോകുന്നത് നമുക്ക് വലിയ ദുഃഖമായിരിക്കും, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരു അവസരം തരണം, വീണ്ടും അങ്ങനെ നിവേദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അഭ്യർത്ഥിച്ചപ്പോൾ ബ്രാഹ്മണൻ എന്ത് ചെയ്തു, ശരി എന്ന് പറഞ്ഞു. അന്നേരം ഇപ്രാവശ്യം എന്ത് ചെയ്തു, നിമായിയെ ഒളിപ്പിച്ചു വെച്ചു എവിടെയോ. എന്നിട്ട് വീണ്ടും ഇത്രയും നേരം റെഡിയാക്കിയ നിവേദ്യം ആയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതൊക്കെ ദാനം ചെയ്തു. എന്നിട്ട് അവിടെ എല്ലാം വീണ്ടും വൃത്തിയാക്കി ഒന്നേന്ന് വീണ്ടും പാചകം തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു.
അങ്ങനെ ഗോപാലിന് വേണ്ടി വീണ്ടും നിവേദ്യം തയ്യാറാക്കിയാണ്. അപ്പോഴേക്കും ഏകദേശം, അതായത് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണമായിരുന്നു, ഏകദേശം വൈകുന്നേരമായി, 6 മണിയായി. അന്നേരം വീണ്ടും നിവേദ്യം എല്ലാം മുന്നിൽ വെച്ചിട്ട് കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. ഗോപാല, ഇങ്ങ് വരണം, ഈ നിവേദ്യമൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നെന്ന് അറിയത്തില്ല, വീണ്ടും നിമായ അവിടെ വന്നിരിക്കുകയാണ്. വീണ്ടും നിമായ വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം ബ്രാഹ്മണൻ വീണ്ടും അലറാൻ തുടങ്ങി. അയ്യോ, കുട്ടി വീണ്ടും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഉടനെ ജഗന്നാഥ് മിശ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. എന്നിട്ട് വീണ്ടും നിമ്മയെ ഓടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാം, നീ വലിയ കുസൃതിയാണ്, നീ ഇന്ന് നിന്നെ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ ഓടിയതുണ്ട്. നിമ്മയെ വീണ്ടും ഓടി ഒളിച്ചിട്ടുണ്ട്. വീണ്ടും ബ്രാഹ്മണൻ ജഗന്നാഥ് മിശ്രയെ തടഞ്ഞിട്ട് പറഞ്ഞു, ദേഷ്യപ്പെടരുത് അങ്ങ്, ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഉപവാസം ഇരിക്കണമെന്നാണ് ഭഗവാൻ നിശ്ചയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിമായ്ക്കൊരു ജ്യേഷ്ഠനുണ്ട്, വിശ്വരൂപൻ. ഈ വിശ്വരൂപൻ എന്ന് പറയുന്നത് ബലരാമസ്വാമിയുടെ തന്നെ അവതാരമാണ്. അന്നേരം നിമായി വിശ്വരൂപനാണെങ്കിൽ എപ്പോഴും വിരക്തിയിലാണ്. അതായത് ഭഗവാന്റെ ലീലയിൽ ബലരാമസ്വാമി 2 അവതാരങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വിശ്വരൂപനായിട്ടും ഒന്ന് നിത്യാനുഭവമായിട്ടും. അന്നേരം വിശ്വരൂപനായിട്ട് വരുന്നത് സംഘർഷണമൂർത്തിയും, അതായത് ശ്രീകൃഷ്ണ ഭഗവാനും വിഷ്ണുവുമായിട്ടുള്ള വ്യത്യാസം പോലെ തന്നെ, ഒരേ ആളാണെങ്കിലും വ്യത്യസ്ത ഭാവത്തിലാണ്. നിത്യാംപ്രഭു സാക്ഷാൽ ബലരാമനാണ്. വിശ്വരൂപൻ എന്ന് പറയുന്നത് സംഘർഷണമൂർത്തിയാണ്. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ വിശ്വരൂപന്റെ നിത്യം ജോലി അറിയാം, ഇത് ഭഗവാനാണെന്ന്. പക്ഷെ എന്നാലും ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ അനുഗമിക്കുന്നത് നിത്യാനുപ്രഭു ആയതുകൊണ്ട് വിശ്വരൂപൻ എപ്പോഴും ജ്യേഷ്ഠൻ എന്നുള്ള സ്ഥാനത്താണ്. കൂടുതലും വിരക്തിയിലായിരിക്കും, എപ്പോഴും ഭക്തരുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിൽക്കും. അങ്ങനെയായിരുന്നു. അന്നേരം വിശ്വരൂപൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അദ്വൈത ആചാര്യരുടെ ഭാഗവതം കേൾക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അന്നേരം വിശ്വരൂപന്റെ പ്രായം അപ്പോൾ 9-10 വയസ്സാണെന്ന് ഗുരു മഹാരാജ് പറയുന്നു. അന്നേരം വിശ്വരൂപനെ കണ്ടപ്പോൾ ആ ബ്രാഹ്മണന് വലിയ അത്ഭുതം തോന്നി. വിശ്വരൂപൻ ഭക്തനുമാണ്, സാക്ഷാൽ സംഘർഷണമൂർത്തിയാണ്. അന്നേരം ബ്രാഹ്മണന് വിശ്വരൂപനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതാരാണ്, ഇത് കുട്ടി ആരാണ്? അന്നേരം ആരുടെ മകനാണ്, ആരാണ് ആ ഭാഗ്യവാനായിട്ടുള്ള അച്ഛനും അമ്മയും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിശ്വരൂപൻ നോക്കിയപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ കരയുന്നതായിട്ട് കണ്ടു, വളരെ ദുഃഖിതരായിട്ട് കണ്ടു. അപ്പോൾ വിശ്വരൂപൻ ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചു. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലായി, എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അപ്പോഴേക്കും വൈഷ്ണവ ആ ബ്രാഹ്മണൻ നിശ്ചയിച്ചു, ഇനി എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ എന്തായാലും ഫലമൂലാദികളെ കഴിക്കൂ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശ്വരൂപം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് വിരക്തിയിലാണ്, അങ്ങ് മിക്ക സമയങ്ങളും വനങ്ങളിലാണ് താമസിക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ മാത്രമേ അങ്ങ് എന്തെങ്കിലും കഴിക്കാറുള്ളൂ, ചില ദിവസങ്ങളിൽ അങ്ങ് കഴിക്കാറ് പോലും ഇല്ല. അങ്ങ് മിക്ക ദിവസങ്ങളിൽ ഉപവാസമാണ് ഇരിക്കുന്നത്, അങ്ങൊരു തപസ്വിയാണ്. ഭക്ഷണം ഇല്ലാതെ പോവുക എന്നത് അങ്ങേക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മമാണ്. ഇനി എന്നായിരിക്കും അങ്ങ് ഇങ്ങോട്ട് വരുന്നത്? അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ ദുഃഖത്തിലാണ്. അങ്ങയുടെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ദുഃഖത്തിൽ നിന്നൊരു മോചനം നൽകണം. ഒറ്റ പ്രാവശ്യം ഒരു അവസരം കൂടി തരണം. അന്നേരം ഏകദേശം അർദ്ധരാത്രി ആവുന്നതിന് മുമ്പേ നിവേദ്യം തയ്യാറാവുന്നു. ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരിക്കും, ആരും അങ്ങേ
ശല്യപ്പെടുത്താനും കാണത്തില്ലെന്ന്. വിശ്വരൂപൻ വളരെ ആർക്കും വിശ്വരൂപൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ലെന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ആകർഷകനാണ് വിശ്വരൂപൻ. അന്നേരം വളരെ താത്വികപരമായിട്ടും പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, അങ്ങേക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താണ്. അത് കേട്ട ഉടനെ ശചിമാതയ്ക്ക് വലിയ സന്തോഷമായി. ഈ മുഴുവൻ ദിവസവും അവിടെ വീട്ടിൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം എന്ത് ചെയ്തു, അവിടെയുള്ള ഭക്ഷണം വീണ്ടും പുറത്ത് കൊടുത്തു ദാനമായിട്ട്. വീണ്ടും ഒന്നേന്ന് പാചകം ചെയ്യാണ്. അവർക്ക് കഴിക്കാത്തതിൽ വിഷമമില്ല, പക്ഷെ ആ ബ്രാഹ്മണന് വേണ്ട കാര്യം കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇപ്പൊ ഇത്രയും സമയമായി എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു. വീണ്ടും ഭഗവാൻ ഗോപാലിന് നിവേദിക്കാനുള്ള എല്ലാം തയ്യാറാക്കി. അതൊരു അന്നേരം ജഗന്നാഥ് മിശ്രയും ബാക്കി എല്ലാവരും നോക്കി. അന്നേരത്തേക്ക് നിമായി ഉറക്കം, എല്ലാവരും ഉറക്കത്തിലാണ്. അന്നേരത്തേക്ക് ഉടനെ നിവേദ്യം എല്ലാം തയ്യാറാക്കി ബ്രാഹ്മണനോട് പറഞ്ഞു, ഇന്നാണ് നിവേദ്യം, എല്ലാവരും ഉറക്കത്തിലാണ്, അങ്ങ് ഒറ്റയ്ക്ക് നിവേദിച്ചോളൂ, നമ്മളാരും ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും പോയി. ഉടൻ തന്നെ ബ്രാഹ്മണൻ വീണ്ടും കണ്ണടച്ച് ഭഗവാനെ ക്ഷണിക്കുകയാണ്. ഗോപാല, അങ്ങ് വന്ന് ഈ നിവേദ്യം കഴിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞപേക്ഷിച്ചു. വീണ്ടും കൊച്ചു നിമായി അവിടെ എത്തി. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആള് കണ്ണു തുറന്നപ്പോ ആള് ഞെട്ടിപ്പോയി. ആള് വിചാരിച്ച് ഉറങ്ങിക്കിടന്ന കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ നിവേദ്യം തരുന്നു. ഇനി ചുറ്റുമാണെങ്കിൽ നിമായി വഴക്ക് പറയാനും തടയാനും ആരും ഇല്ലെന്നുള്ളത്. അന്നത്തേക്ക് ഈ ബ്രാഹ്മണൻ അലറാൻ തുടങ്ങുമായിരുന്നു. ഉടൻ തന്നെ ഭഗവാൻ ഗോപാലനായിട്ട് മാറുകയാണ്. കൊച്ചു നിമായി ഗോപാല രൂപത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നീ തന്നെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കഴിക്കുമ്പോൾ എന്നോട് ഓടാൻ പറയുന്നു. നീ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? നീ എന്നെ തന്നെയല്ലേ വിളിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഇത്രയും കാലം നിവേദ്യം കൊടുത്തിട്ടും ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല. അന്നേരം സാക്ഷാൽ ഗോപാലൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. എന്നിട്ട് ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. സത്യം പറഞ്ഞു, ഒരു സ്ഥലകാല ബോധമൊന്നും ഇല്ലാതെ വീണ്ടും നമസ്കരിക്കുന്നു, വീണ്ടും എഴുന്നേക്കുന്നു, വീണ്ടും നമസ്കരിക്കുന്നു, വീണ്ടും എഴുന്നേക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ട് നിമായി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഗോപാലനായിട്ടല്ല, വേഷം മാറിയാണ്, നിമായി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നീ എന്നെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം പിന്നെ എനിക്ക് വരാതിരിക്കാൻ കഴിയും? പിന്നെ എന്തിനാണ് നീ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ആ ബ്രാഹ്മണന് അനുഗ്രഹമൊക്കെ കൊടുത്തു. ആ ബ്രാഹ്മണൻ ഭഗവാനെയും പശുക്കളെയും കംപ്ലീറ്റ് വൃന്ദാവനവും കാണുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഗോപികമാരെ എല്ലാവരെയും അവിടെ കാണുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് ബ്രാഹ്മണൻ. എന്നിട്ട് നിമായി പോയി കിടന്നുറങ്ങി. പക്ഷെ ഈ ബ്രാഹ്മണൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആ ബ്രാഹ്മണൻ, ഭഗവാൻ നേരിട്ട് കഴിച്ചതല്ലേ, ഒരു ചോറെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, സാക്ഷാൽ ഗോപാലൻ എൻ്റെ നിവേദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ബാക്കിയുള്ള ധാന്യങ്ങളെല്ലാം ദേഹത്ത് ഇങ്ങനെ പരത്താൻ തുടങ്ങിയെന്നുള്ളതാണ്. ഹരിബോൽ ഹരിബോൽ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് ആ ഭക്ഷണം എടുത്ത് തലയിലൂടെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയതാണ്. അന്നേരം ഈ ബഹളം എല്ലാം കേട്ടിട്ട് ജഗന്നാഥ മിശ്ര എല്ലാവരും എഴുന്നേറ്റ് വന്നു.
എന്താ സംഭവിക്കുന്നത് അറിയാൻ. അന്നേരം എല്ലാവരും ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹരേ കൃഷ്ണ ക്ഷമിക്കണം, ഇന്റർനെറ്റ് കട്ടായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വന്ന് ജഗന്നാഥ് മിശ്രയും ശശി മാത്തയും ബാക്കി എല്ലാവരും വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി. അന്നേരം വന്നപ്പോൾ ഇദ്ദേഹം സന്തോഷത്തോടുകൂടി ഭക്ഷണം എടുത്ത് ദേഹത്ത് പുരട്ടുന്നതായിട്ടാണ് കണ്ടത്. എന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. അന്നേരം ഭഗവാൻ പറഞ്ഞിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വിചാരിച്ച് ഇദ്ദേഹം സന്തോഷം അവസാനം ഭക്ഷണം കഴിക്കാൻ പറ്റിയത് കൊണ്ട് ഭ്രാന്ത് പിടിച്ചോ. ചിലപ്പോൾ ആള് സന്തോഷത്തിലായിരിക്കും, ഇപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടിയല്ലോ അങ്ങനെ ഇരിക്കുകയാണ് എന്ന് എല്ലാവരും കരുതി. പക്ഷെ ആർക്കും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇങ്ങനെ ഭഗവാൻ, നമ്മുടെ കൊച്ചുനിമായി ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്യാണ്. പൊതുവെ ഭഗവാൻ കൃഷ്ണനെ മുകുന്ദൻ എന്നാണ് പറയുന്നത്. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നവെന്നാണ്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുമ്പോൾ മോക്ഷം മാത്രമല്ല നൽകുന്നത്, പ്രേമഭക്തിയും നൽകുന്നതാണ്. ഒരിക്കൽ 3-4 വയസ്സുണ്ടായിരുന്നു നിമായിക്ക്. ഭഗവാൻ ഒരു കൂട്ടം പട്ടിക്കുട്ടികളെ കാണുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പട്ടിക്കുട്ടികളെ വീട്ടിന് മുമ്പിലായിട്ട് കാണുകയാണ്. അപ്പോൾ ഭഗവാൻ ആ പട്ടിക്കുട്ടികളെ പിടിക്കണമെന്ന് തോന്നി. അന്നേരം ഭഗവാൻ അടുത്തോട്ട് ഓടി ചെന്നപ്പോൾ ബാക്കി എല്ലാ പട്ടിക്കുട്ടികളും ഓടി എന്നുള്ളതാണ്. പട്ടിക്കുട്ടികൾ പൊതുവെ കാണാൻ ഭയങ്കര രസമാണല്ലോ. അന്നേരം ഭഗവാൻ ഓടി ആ പട്ടിക്കുട്ടിയെ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള പട്ടിക്കുട്ടികൾ എല്ലാവരും ഓടി, ഒരു പട്ടിക്കുട്ടി മാത്രം അവിടെ ഇരുന്നു എന്നുള്ളത്. ഉടനെ ഭഗവാൻ വിചാരിച്ചു ഈ പട്ടിക്കുട്ടിയെ ഞാൻ വളർത്തുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ചെറിയൊരു കയറ് ആ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടി, എന്നിട്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ പട്ടിക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അന്നേരം ശശി മാത ആ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ ശശി മാത പറഞ്ഞു, മോനെ നീ എന്തുവാണ് ചെയ്യുന്നത്? നീ ഒരു ബ്രാഹ്മണ കുട്ടിയല്ലേ, ഒരിക്കലും പട്ടിക്കുട്ടികളെ വീട്ടിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ശശിമാത പറഞ്ഞു, ഇല്ലില്ല, നീ പട്ടിക്കുട്ടിയെ പുറത്ത് വയ്ക്കണം, ഈ പട്ടിക്കുട്ടി ഒരിക്കലും വീട്ടിനകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് പട്ടികൾ അശുദ്ധിയാണ്. കാരണം അവരെല്ലും അതും ഇതൊക്കെ ഭക്ഷിക്കുന്നതുകൊണ്ട് അവരെപ്പോഴും പുറത്താണ് വിൽക്കാറുള്ളത്. അങ്ങനെ ആരും വളർത്താറില്ല വൈദിക സംസ്കാരം അനുസരിച്ച്. അതുകൂടാതെ ഭഗവാന് കൊടുക്കുന്ന നിവേദ്യം അതൊക്കെ ഇങ്ങനെ അത് ആർത്തിയോടുകൂടി നോക്കും, അതൊന്നും നോക്കാൻ പാടില്ല. അതുകൊണ്ട് അഥവാ വളർത്തുന്നുണ്ടെങ്കിൽ വീട്ടിന് പുറത്തേ വയ്ക്കാറുള്ളൂ. പക്ഷെ അവർക്കൊരിക്കലും മത്സ്യമാംസാദികൾ ഭക്ഷണമായിട്ട് കൊടുക്കാറില്ല. അത് അവരായിട്ട് പുറത്തു പോയി എപ്പോഴെങ്കിലും കഴിക്കുമെങ്കിലേ ഉള്ളൂ. പക്ഷെ അവർക്ക് എപ്പോഴും കഴിക്കാൻ കൊടുക്കുന്നത് നിവേദ്യം, അതിൻ്റെ ബാക്കി അതൊക്കെയാണ്. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അമ്മ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാൻ മോൻ്റെ പട്ടിക്കുട്ടിയെ നോക്കാം കേട്ടോ, ആരും ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഗംഗയിൽ പോയി കുളിക്കാനായിട്ട് പോയി. ആ സമയത്ത് തന്നെ ഈ പട്ടിക്കുട്ടിയുടെ അമ്മ പട്ടി അവിടെ വന്നു. അന്നേരത്തേക്ക് പട്ടിക്കുട്ടിയെ അന്വേഷിച്ചു. അന്നേരം ശശിമാതയ്ക്ക് സന്തോഷമായി. ശശിമാത പട്ടിക്കുട്ടിയെ അവിടെ വളർത്താൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഉടൻ തന്നെ ആ പട്ടിക്കുട്ടിയെ അമ്മ പട്ടിയുടെ കൊടുത്തി വിടുകയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു തിരിച്ചു വന്നപ്പോൾ എൻ്റെ പട്ടിക്കുട്ടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉടനെ ശശിമാത ഒന്നും അറിയാത്ത പോലെ, എനിക്ക് തോന്നുന്നു നിന്റെ കൂട്ടുകാർ അഴിച്ചു വിട്ടുമെന്ന് തോന്നുന്നു പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ആ പട്ടിക്കുട്ടി ഭഗവാന്റെ സ്പർശനം ലഭിച്ചതുകൊണ്ട്
ഭക്തിയുടെ പല പല ലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങുന്നതാണ്. ആ പട്ടിക്കുട്ടി തുള്ളിച്ചാടാൻ തുടങ്ങി. എന്നിട്ട് കുരയ്ക്കുന്ന സമയത്തും കൃഷ്ണ കൃഷ്ണ ഹരിബോൾ ഹരിബോൾ എന്ന് പറയുക. എന്നിട്ട് ഈ പട്ടിക്കുട്ടി ഭഗവാന്റെ നാമം ജപിക്കുന്നതായിട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. എന്നിട്ട് നിമിഷങ്ങൾക്കകം ആ പട്ടിക്കുട്ടിയുടെ പ്രാണൻ ശരീരം വിടുകയാണ്. അപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും വലിയൊരു പ്രകാശം എല്ലാവരും കണ്ടു. അത് ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വന്ന വിമാനമായിരുന്നു. എന്നിട്ട് ആ പട്ടിയുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് അതിസുന്ദരമായിട്ടുള്ള രൂപം എടുക്കുകയാണ്. എന്നിട്ട് ആ വിമാനത്തിൽ കയറി നേരെ ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ കുഞ്ഞായിരുന്നപ്പോൾ പോലും എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുമായിരുന്നു. ഭഗവാൻ സ്നേഹത്തോടെ ആ പട്ടിക്കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ. ഉടൻ തന്നെ പട്ടിക്കുട്ടി കൃഷ്ണപ്രേമം ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഭഗവാന്റെ തൃപ്പാദത്തെ നമ്മൾ സ്പർശിച്ചാൽ മതി, ചൈതന്യ മഹാപ്രഭുവിൻ്റെ നമുക്ക് ആ കൃഷ്ണപ്രേമം ലഭിക്കും ഭഗവാന്റെ സ്പർശനത്തിലൂടെ. ജഗന്നാഥ് മിശ്രയ്ക്ക് നിമായെക്കുറിച്ച് എപ്പോഴും ഒരു ടെൻഷനായിരുന്നു. കാരണം ഒരുപാട് കുസൃതി കാണിക്കുകയായിരുന്നു. ഒരിക്കൽ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് നിമയുടെ അച്ഛനായ ജഗന്നാഥ് മിശ്ര അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് നിന്റെ മകനെ വഴക്ക് പറയുന്നത്? അതാരാണെന്ന് നിനക്കറിയാമോ? ഇത് സാക്ഷാൽ ഭഗവാനാണ്, സാക്ഷാൽ നാരായണനാണ്. ആ നാരായണനെ നീ എങ്ങനെയാണ് ഇങ്ങനെ ശിക്ഷിക്കാൻ തയ്യാറാവുന്നത്? അന്നേരം ഉടനെ ജഗന്നാഥ് മിശ്ര പറഞ്ഞു, അങ്ങെന്താ പറയുന്നത്? സാക്ഷാൽ ഭഗവാനാണോ എൻ്റെ മകൻ? അന്നേരം പറഞ്ഞു, അതെ. അന്നേരത്തേക്ക് പറഞ്ഞു, അത് ഭഗവാനായാലും ശരി ആരായാലും ശരി എൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കർത്തവ്യമാണ് മകൻ തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ആ മകനെ തിരുത്തുക എന്ന് പറയുന്നു. അതുകൊണ്ട് വീണ്ടും ആ ബ്രാഹ്മണൻ പറഞ്ഞു, പക്ഷെ നിന്റെ മകൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്, സാക്ഷാൽ ഈശ്വരനാണ്, പരമേശ്വരനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. എന്നിട്ട് നീ ഈശ്വരനെ പഠിപ്പിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചു. ജഗന്നാഥ് മിശ്ര ഉടനെ പറഞ്ഞു, അച്ഛൻ എന്നും അച്ഛനാണ്, മകൻ എന്നും മകനാണ്. ആ മകൻ ആരായാലും ശരി, ഈശ്വരനായാലും ശരി ആരായാലും ശരി എൻ്റെ മകനാണെന്ന് പറഞ്ഞു. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജഗന്നാഥ് മിശ്ര എപ്പോഴും ആ വാത്സല്യ രസത്തിലാണ്. ഉടൻ തന്നെ ബ്രാഹ്മണൻ ദേഷ്യപ്പെട്ടിട്ട് സ്വപ്നത്തിൽ പറഞ്ഞു, നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിന്റെ മകൻ ഭഗവാനാണ്. ആ സമയത്ത് ഒരു നിമിഷം ജഗന്നാഥ് മിശ്ര ചിന്തിക്കുകയാണ്, എൻ്റെ മകൻ ഭഗവാനാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭഗവാനെ പഠിപ്പിക്കുക? അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഉടൻ തന്നെ നിമയുടെ അച്ഛൻ ജഗന്നാഥ് മിശ്ര എഴുന്നേറ്റിട്ട് പറഞ്ഞു, വല്ലാത്തൊരു ദുസ്വപ്നം തന്നെയായിരുന്നു. എന്തൊക്കെയായാലും നിമ എൻ്റെ പുത്രൻ തന്നെയാണ്. വീണ്ടും ആ ഒരു വാത്സല്യഭാവത്തിലേക്ക് ജഗന്നാഥ് മിശ്ര പോയെന്നല്ല. ഇത്തരം ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, നമ്മൾ ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആനന്ദം ലഭിക്കുന്നത്. നാമം ജപിക്കുന്നത് ഭഗവാന്റെ സേവനത്തിൽ ഉള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കാനാണ്. കാരണം നമ്മുടെ ബോധം ശരിയല്ല. നമ്മൾ ഭഗവാന്റെ ഭക്തിബോധത്തിലല്ല ഇരിക്കുന്നത്, ഭൗതിക സുഖമങ്ങളെ ആസ്വദിക്കുന്ന ആ ഉപബോധത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സേവനം ചെയ്യാൻ താല്പര്യം തോന്നാത്തതും സേവനത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ കഴിയാത്തതും. പക്ഷേ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടൂ എന്ന് ഗുരു മഹാരാജ് പറയുന്നു.
എന്തൊക്കെയാണ് സേവനം? അമ്പലം വൃത്തിയാക്കുന്നത്, പുസ്തക വിതരണം ചെയ്യുന്നത്, വിഗ്രഹാരാധന ചെയ്യുന്നത്, ഗോക്കളുടെ സേവ ചെയ്യുന്നത്, ഭഗവാന് വേണ്ടി മാല തയ്യാറാക്കുന്നത്, ഇതെല്ലാം പോയിട്ടു സൂക്ഷിച്ചു പോയിട്ടു. അന്നേരം ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടൂ. അതുകൊണ്ട് ഭഗവാന് വേണ്ടി നമ്മൾ സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത്. അതെന്തായാലും കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം, അല്ലാതെ വേറൊന്നും ആനന്ദം നൽകത്തില്ല. അങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് സേവനം ചെയ്ത് ചെയ്ത് ഭഗവാന്റെ ലീലയിലേക്ക് പ്രവേശിക്കുമ്പോൾ, മരണാന്ത്യവേളയിൽ ഭഗവാന്റെ നിത്യലീലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭഗവാനുമായിട്ടൊരു ശാശ്വത ബന്ധം നമുക്ക് കിട്ടും. അത് ഭഗവാന്റെ ഒരു വാത്സല്യഭാവത്തിലായിരിക്കും. ഭഗവാനെ ഒരു മകനായിട്ടായിരിക്കും, സുഹൃത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ദാസനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാമുകനായിട്ടായിരിക്കും, അങ്ങനെ, അല്ലെങ്കിൽ ഭഗവാനെ ഭർത്താവായിട്ടും. അതിലേതെങ്കിലും ഒരു ബന്ധം നമുക്ക് എന്താണോ നമ്മുടെ പ്രേമഭക്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച്. അപ്പോൾ പിന്നെ ആ ഒരു ബന്ധമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴായിരിക്കും നമുക്ക് ആനന്ദം കിട്ടുന്നത്. നമ്മൾ ജപിച്ച് ക്ഷമിക്കണം, വീണ്ടും ഇന്റർനെറ്റ് ഡൗൺ ആയതാണ്. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്നലെ നമ്മൾ ജപത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കിയല്ലേ. അന്നേരം ജപത്തിലൂടെ നമ്മൾ സേവനം ചെയ്യാനുള്ള ആ ഒരു താല്പര്യം നമുക്ക് വർദ്ധിക്കും. ആ സേവനത്തിലൂടെ നമുക്ക് ഭഗവാനുമായിട്ടൊരു ശാശ്വത ബന്ധം ലഭിക്കും. അന്നേരം ജപം അടിസ്ഥാനമാണ്. കാരണം നമ്മളിപ്പോൾ ഭൗതിക ലോകത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം ഈ ഭൗതിക അവബോധത്തിൽ നിന്നും നമ്മൾ പുറത്തു വരണമെങ്കിൽ ജപം അനിവാര്യമാണ്. ജപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സേവനം ചെയ്യാൻ, സേവനത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കും. സന്തോഷത്തോടുകൂടി നമുക്ക് സേവനം ചെയ്യാൻ കഴിയും. അങ്ങനെ ജപം, സേവനം ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം അപ്പോഴാണ് നമ്മൾ സാധനാഭക്തി, ഈ സാധനാഭക്തി പ്രേമഭക്തിയായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ സാധനാഭക്തി പരിശീലിച്ച് നമ്മുടെ ഉള്ളിലെ കൃഷ്ണപ്രേമം ജാഗൃതമാകുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ശാശ്വത ബന്ധം നമുക്ക് ലഭിക്കും. നമ്മൾ ഭഗവാന്റെ ലീലയിലേക്ക് പ്രവേശിക്കും. ആ ലീലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനയുടെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആ ശാശ്വത ബന്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധന കൂടത്തേ ഉള്ളൂ. അതായത് നമ്മൾ ഭഗവാന്റെ ആ ഭഗവാനുമായിട്ട് നമ്മുടെ ബന്ധത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ജപിക്കുകയാണ്, പക്ഷെ നമ്മൾ ആ ശാശ്വത ബന്ധത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും. ആരും നമ്മളോട് ജപത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ജപം നമ്മുടെ ശ്വാസമായിട്ട് മാറും. ജപിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലിവിടെ ഗുരു മഹാരാജ് പറയുന്നു, നമ്മൾ ജപത്തിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയൂ. എത്രത്തോളം ശ്രദ്ധയോടുകൂടി നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, അത്രത്തോളം നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കും. ഭഗവാനുമായിട്ടൊരു ശാശ്വത ബന്ധം നമുക്ക് ലഭിക്കും എന്ന് ഗുരു മഹാരാജ് പറയുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ നിമായിക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ ജഗന്നാഥ് മിശ്രയ്ക്കും അമ്മ ശചിമാതയ്ക്കും പറ്റി. ഇവിടെ പറയുന്നു, നരോത്തം ദാസ് ഠാക്കൂർ നമ്മുടെ പരമ്പരയിൽ വരുന്ന പ്രധാനപ്പെട്ട ആചാര്യനാണ്. അന്നേരം അദ്ദേഹം പറയുന്നു, ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാധുര്യമുണ്ട്. പറയുന്നു, വൃന്ദാവന ലീലയെക്കാട്ടി മാധുര്യമുണ്ട് മഹാപ്രഭുവിൻ്റെ ലീലകൾക്ക്. കാരണം ഇത്
ഒരു പ്രത്യേക രസമാണ്, ഭക്തിരസം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ നമ്മൾ ഒരു ആനന്ദമാണെന്ന് പറയുന്നു, അമൃതാണ്. അന്നേരം ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ലീലകൾ ശ്രവിക്കുമ്പോൾ തന്നെ നമുക്ക് ഭക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടില്ലേ? ഇപ്പം നമ്മൾ വളരെ കുറച്ച് അധ്യായങ്ങളെ ചർച്ച ചെയ്തോളൂ, 2 or 3 അധ്യായങ്ങൾ മാത്രമേ ചർച്ച ചെയ്തോളൂ. അതിലൂടെ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? നിങ്ങൾ കമൻസിലിടാം. ഭഗവാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ശചി മാത, ജഗന്നാഥ് മിശ്രയായിട്ടൊക്കെ ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട്. അന്നേരം ജഗന്നാഥ് മിശ്രയുടെ എപ്പോഴും ഉള്ള ഉദ്ദേശം, അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റണം. എപ്പോഴും ആ വാത്സല്യ ഭാവത്തിലായിരുന്നു ഭഗവാനോട്. മകൻ എന്നുള്ളൊരു, എൻ്റെ മകനാണ് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ജഗന്നാഥ് മിശ്ര എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭഗവാനാണെന്നുള്ള ചിന്തയ്ക്കും അപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ലീലകൾ നമ്മുടെ കൊച്ചുണ്ണിമായി കുട്ടിക്കാലത്ത് ചെയ്തു. ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം. ഒരു ജ്യോത്സ്യൻ ജഗന്നാഥ് മിശ്രയോട് പറഞ്ഞു, അങ്ങയുടെ മൂത്ത മകൻ സന്യാസം എടുക്കും, അതായത് വിശ്വരൂപൻ. അതുകൊണ്ട് ജഗന്നാഥ് മിശ്രയ്ക്ക് എപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു, അതായത് നിമായും സന്യാസം എടുത്താലോ എന്ന് ഒരു ചിന്ത ജഗന്നാഥ് മിശ്രയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ജഗന്നാഥ് മിശ്ര ഒരു വഴി കണ്ടുപിടിച്ചു. നിമായെ വീട്ടിൽ നിന്നും പുറത്ത് വിടരുത്. പുറത്തു പോകുമ്പോഴായിരിക്കുമല്ലോ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതും വൈഷ്ണവരുമായിട്ട് ചർച്ച ചെയ്യുന്നതും. അപ്പോഴാണ് വിരക്തി വർദ്ധിക്കുന്നത്. ഭഗവാൻ ഏകദേശം 5 വയസ്സ് പ്രായമായിരുന്നു. പക്ഷെ ഭഗവാന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും വിടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൂടുതൽ കൂടുതൽ കുസൃതി കാണിക്കാൻ തുടങ്ങി. ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അയൽവക്കത്തെ വീട്ടിൽ പോയി ഒരു വെള്ളം എടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ ചെവിയിൽ ഒഴിക്കും. അപ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കും. അതിനുശേഷം ഗംഗയിൽ പോയി കുളിച്ച് അവിടെ ഉള്ള എല്ലാവരെയും ശല്യപ്പെടുത്തും. എന്നിട്ട് ആണുങ്ങൾക്ക് കുളിക്കാൻ വേറെ സ്ഥലവും പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേറെ സ്ഥലവും, ഇവരുടെ വസ്ത്രങ്ങളെല്ലാം ഒന്നിച്ചു വയ്ക്കും എന്നുള്ളതാണ്. അന്നേരം ഇവര് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം വലിയ നാണക്കേടായിരിക്കും 2 കൂട്ടർക്കും. അന്നേരം ചില ബ്രാഹ്മണർ ഗംഗയിൽ മുങ്ങി ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൊച്ചു നിമ എന്ത് ചെയ്യും? നമ്മുടെ ഗംഗയിൽ നിന്ന് പുറത്ത് വന്നിട്ട് വാ നിറച്ച് വെള്ളം വെച്ചിട്ട് ഈ ബ്രാഹ്മണർ കണ്ണടച്ച് ഗായത്രി ജപിച്ചുകൊണ്ടെങ്കിൽ അവരുടെ മുഖത്ത് തുപ്പുന്നു. ഉടൻ തന്നെ ബ്രാഹ്മണർ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്നിട്ട് ചില സമയത്ത് അവരിങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി അവരുടെ കാല് പിടിച്ചു വലിക്കും എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കുസൃതികൾ നിമായി ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരുപാട് ശല്യമാണെങ്കിൽ പോലും ഭഗവാനായതുകൊണ്ട് അവരുടെ എല്ലാം ഭാഗ്യമായിട്ടാണ് ഇത് കണ്ടിരുന്നത്. അവർക്കത് ഭഗവാനാണെന്ന് അറിയത്തില്ല. എന്നാലും ഭഗവാന്റെ ആ സുന്ദര രൂപമൊക്കെ കാണുമ്പോൾ പിന്നെ അവർക്കൊന്നും വഴക്ക് പറയാൻ തോന്നത്തില്ല. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ വാഴയിലയും പിടിച്ചുകൊണ്ട് ഗംഗയിലേക്ക് പൂജ ചെയ്യാനായിട്ട് പോവുമായിരുന്നു. അതിൽ സാമ്പ്രാണിത്തിരി, തുളസി ഇലകൾ, പൂക്കളും വിളക്കും അതെല്ലാം ഉണ്ടായിരുന്നു.
അന്നേരം ഏകദേശം എല്ലാവരുടെ പൂജാ തട്ടവും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനൊരു പ്രത്യേക ചിഹ്നം വെച്ചിരുന്നു, അത് എൻ്റെ തട്ടം ഏതാണെന്ന് അറിയാൻ വേണ്ടി. അന്നേരം ഗംഗാ തീരത്തുള്ള കുറച്ച് മണ്ണ് വെച്ച് ഒരു അടയാളം വെച്ചിരുന്നു. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തെന്ന് പറയാം, അതേപോലത്തെ അടയാളം അവിടെയുള്ള എല്ലാവരുടെയും തട്ടത്തിൽ എടുത്ത് വെച്ചു എന്നുള്ളത്. അതായത് എങ്ങനെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താം എന്നായിരുന്നു ഭഗവാന്റെ ചിന്ത എപ്പോഴും. അന്നേരം എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിക്കാൻ വിടണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു കൊച്ചുണ്ണിമായ. അന്നേരം ആ സമയത്തെല്ലാം പാചകം ചെയ്തിരുന്നത് മൺപാത്രങ്ങളിലായിരുന്നു. അന്നേരം അവിടെ ആ മൺപാത്രങ്ങൾ പൊതുവെ കഴുകാറില്ല. ആ മൺപാത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് കളയാറാണ് പതിവ്. അത് എന്തായാലും മണ്ണുമായിട്ട് ചേരുമല്ലോ. അങ്ങനെ എച്ചിൽ പാത്രങ്ങൾ, അതായത് മൺപാത്രങ്ങൾ, എച്ചിലുള്ള ആ മൺപാത്രത്തിന്റെ മുകളിൽ ഭഗവാൻ ഇരിക്കാൻ തുടങ്ങി. എച്ചിൽ പാത്രത്തിന് മുകളിൽ ഇരിക്കുന്നതൊക്കെ അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭഗവാൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അന്നേരം അത്രയ്ക്ക് ശുദ്ധി നോക്കുന്ന ആൾക്കാരാണ്. അന്നേരം അവിടെ ഈ എല്ലാ വേസ്റ്റ് വന്ന പ്രസാദവും അതെല്ലാം കളയുന്ന ആ ഒരു സ്ഥലത്ത് ഭഗവാൻ ഇരിക്കുകയാണ്. അന്നേരം ഉടനെ ഭഗവാന്റെ അടുത്ത് അമ്മ പറഞ്ഞു, മോനെ നീ എന്താ ചെയ്യുന്നത്, ഇത് ശുദ്ധിയല്ല, ഇത് അശുദ്ധിയാണ്. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ശുദ്ധി അശുദ്ധി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഗുരുകുലത്തിലൊന്നും പോയി പഠിച്ചിട്ടില്ലല്ലോ, എനിക്കിതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളാരും എന്നെ പഠിക്കാൻ വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ശുദ്ധി അശുദ്ധി ഒന്നും അറിഞ്ഞൂടാ, ഞാൻ അജ്ഞാനത്തിലിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണെന്ന്. അങ്ങനെ പല രീതിയിലും ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പഠിക്കാൻ അനുവദിക്കണമെന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ഉടൻ തന്നെ ശചി മാത ജഗന്നാഥ് മിശ്ര എടുത്ത് പറഞ്ഞു, നമുക്ക് എങ്ങനെയാണ് അവനെ പഠിക്കാൻ വിടാതെ ഇരുത്താൻ കഴിയുക, അവന് ഒരുപാട് ആഗ്രഹമുണ്ട് പഠിക്കാൻ പോകാൻ. എന്തായാലും അവന്റെ വിധിയെ നമുക്ക് തടയാൻ കഴിയില്ലല്ലോ, എന്തായാലും പഠിക്കാൻ നമുക്ക് വിടണമെന്ന് പറയാം. ആദ്യത്തെ ദിവസം ഭഗവാൻ പഠിക്കാൻ പോയപ്പോൾ സംസ്കൃത അക്ഷരങ്ങളെല്ലാം പഠിച്ചു എന്നുള്ളതാണ്. ഭഗവാന്റെ ശ്രീകൃഷ്ണ ലീലയിൽ ഭഗവാൻ ഗുരുകുലത്തിൽ പോയി പഠിച്ചു, സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ. 64 ദിവസം കൊണ്ടാണ് 64 വിദ്യകളും ഭഗവാൻ പഠിച്ചത്, പുരാണങ്ങളും വേദങ്ങളും അതൊക്കെ. അതേപോലെ തന്നെ ഭഗവാനും ഗുരുകുലത്തിൽ പോയി എല്ലാ അക്ഷരങ്ങളും ആദ്യത്തെ ദിവസം തന്നെ പഠിച്ചു. അടുത്ത ദിവസം മുതൽ വ്യാകരണം പഠിക്കാൻ തുടങ്ങി. അതൊക്കെ പഠിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നതാണ്, പക്ഷേ ഭഗവാൻ അതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു. അങ്ങനെ പഠിച്ച് ഏകദേശം 11ാമത്തെ വയസ്സായപ്പോൾ ഭഗവാൻ നവദ്വീപിലെ ഏറ്റവും വലിയ പണ്ഡിതനായി. പിന്നെ ഗുരുമാരായി പറയുന്നത് ഇതിൽ വലിയ അത്ഭുതമില്ല, കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാ അറിവുകളും വരുന്നത്. പക്ഷേ നമ്മൾ എത്രത്തോളം പഠനത്തിൽ ഉത്സാഹം കാണിക്കണം എന്ന് ഭഗവാൻ ഇവിടെ കാണിക്കുകയാണ്. എന്ന് ഭക്തരായാലും ശാസ്ത്ര പഠനത്തിലൊക്കെ എത്രത്തോളം ഉത്സാഹം കാണിക്കണമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. എല്ലാ വേദങ്ങളുടെയും സ്രോതസ് ഭഗവാനാണ്, അല്ലെ? വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം ഭഗവത്ഗീതയിൽ പറയുന്നു, 15ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകത്തിൽ. എല്ലാ വേദങ്ങളും വരുന്ന ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടതും ഭഗവാനെ തന്നെയാണ്.
പക്ഷെ ഭഗവാൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക കാണിക്കുകയാണ്. ഭക്തര് ശാസ്ത്രം പഠിക്കാൻ ഉത്സാഹം കാണിക്കണം, നമ്മൾ ജപിക്കണം, ഗ്രന്ഥങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത ഭാഗവതം വീണ്ടും വീണ്ടും പഠിക്കണം. ആ പഠനത്തിലൂടെ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. സേവനത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. സേവനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്? നമ്മുടെ മനോഭാവം, ഏത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഭഗവാനോട് സേവനം ചെയ്യുന്നത്, അതാണ് ക്വാളിറ്റി സർവീസിൻ്റെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, ഏത് മനോഭാവത്തോടു കൂടി ആ സേവനം ചെയ്യുന്നു, അതാണ് ആ സേവനത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത്. നമ്മളൊരു മാല കെട്ടുകയാണെങ്കിലും ഏത് മനോഭാവത്തോടു കൂടി മാല കെട്ടുന്നു, അത് ഇപ്പോൾ ഭഗവാന് വേണ്ടി മാല കെട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മാല കെട്ടാൻ പറ്റും, അല്ലേ? പിന്നെ ഇത് കൊടുക്കുന്നതിലൂടെ എൻ്റെ ഈ ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ കഴിയും. വീട്ടുകാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മഷീനെ പോലെ ഒരു ഭഗവാനോട് ഒരു വികാരം ഇല്ലാതെ പേരിന് വേണ്ടി ചെയ്യാം, അല്ലേ? ചില വ്യക്തികൾ മാല കച്ചവടം ചെയ്യുന്നു, അല്ലേ? അവരും മാല കെട്ടുന്നുണ്ട്. ആ മാലയെല്ലാം ഭഗവാന്റെ കഴുത്തിലായിരിക്കും പോകുന്നത്. പക്ഷെ അത് കെട്ടുന്ന എന്തിനു വേണ്ടിയാണ്? കാശിന് വേണ്ടിയാണ്. അന്നേരം സർവോപരി ഭഗവാന്റെ സന്തോഷത്തിന് ഓരോ പൂക്കൾ എടുക്കുമ്പോൾ ഇത് ഭഗവാന് വേണ്ടിയാണ് എന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കോർക്കുമ്പോൾ ആ പുഷ്പത്തിന്, ആ മാലയ്ക്ക് ഒരുപാട് അതിൻ്റെ ആ ക്വാളിറ്റി വർദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ അർച്ചന ചെയ്യുമ്പം തന്നെ നമ്മൾ ഓരോ പുഷ്പം എടുത്തിട്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു അർച്ചനയാണ്. എന്നാൽ അതേപോലെ മാല കെട്ടുമ്പോൾ പോലും ഓരോ പൂക്കളും അത്രയും ശ്രദ്ധയോടെ, ഇതിൽ ഏറ്റവും നല്ല പൂക്കളായിരിക്കണം നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള പൂവ്, അത് എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് അവസാനം കത്രി ഉപയോഗിച്ച് വീണ്ടും മാലകളെ എല്ലാ പൂക്കളും ഒരേ ലെവലിലാക്കി ഒരു പ്രത്യേക ഭംഗി, അതിൻ്റെ ഭംഗി എത്ര കൂട്ടാം. കാരണം ഇത് ഭഗവാന്റെ കഴുത്തിൽ ചാർത്താൻ പോവുകയാണ്, ശ്രീമതി രാധാറാണിയുടെ കഴുത്തിൽ ചാർത്താൻ പോവുകയാണ്, ഗുരു പരമ്പര ആചാര്യന്മാരുടെ കഴുത്തിൽ ഇടാൻ പോവുകയാണ്. അന്നേരം അങ്ങനെ നമ്മൾ അത്രത്തോളം അതിനകത്ത് ഫീലിങ്സ്, ഇമോഷൻസ് കൊണ്ടുവരും. അപ്പോഴാണ് ആ സേവനം മഹത്തായി മാറുന്നത്. തൂക്കുന്നത് പോലും ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി നമുക്ക് ഇങ്ങനെ തൂക്കാൻ പറ്റും ക്ഷേത്രം. പക്ഷേ ഇത് എങ്ങനെ ഭംഗിയാക്കാം? ഭഗവാന്റെ മുമ്പിലുള്ള സ്ഥലമാണ്, ഭഗവാന്റെ സ്ഥലമാണ്. രാവിലെ ഭഗവാൻ നട തുറക്കുമ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ എല്ലാം വളരെ കണ്ണാടി പോലെ നല്ല പവിത്രമായിട്ടിരിക്കണം. അപ്പോൾ ഭഗവാന് സന്തോഷമാവും, അല്ലേ? നമ്മളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടത്തില്ല അവിടെ, അല്ലേ? ഒരു സന്തോഷം കിട്ടത്തില്ല. എത്ര ക്ലീൻ ആയിട്ടിരിക്കുന്നു, അല്ലേ? അല്ലാതെ പൊടിയും അവിടെ ഇവിടെയും പൊടിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഡൾനെസ് ഫീൽ ചെയ്യും. അന്നേരം ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്വഗുണമാണ്. പണ്ട് ഈ തൊടാൻ പാടില്ല, അതില്ല, ദൂരെ നിൽക്കും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശുചിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഏത് ജാതിയിൽ ജനിച്ചവരാണെങ്കിലും ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും ശുചിത്വം പാലിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉയർന്ന ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു ചേരുന്നുള്ളൂ. അന്നേരം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ശുചിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുളിക്കാറില്ല, വൃത്തി അങ്ങനെ ഒന്നും നോക്കാറില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. ഇന്നും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ക്ഷേത്രത്തിൽ അനുവാദമുണ്ട്. എത്ര പേരാണ് ശുദ്ധി ഫോളോ ചെയ്യുന്നത്, അല്ലേ? എന്തിനേറെ പറയുന്നു, പ്രസാദം തന്നെ, പ്രസാദം കഴിക്കുന്നു, കൈ കഴുകുന്നു. അയച്ചിൽ കൈ കൊണ്ട് തന്നെ നമ്മൾ അകത്ത് ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചൊറിയുന്നു, ചെവിയിൽ ഇതാക്കുന്നു, മൂക്കിൽ ഇതാക്കുന്നു, ശുചിത്വം പാലിക്കുന്നില്ല. രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് കുളിക്കാതെ തന്നെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ രാവിലെ ഒരു നേരമായിരിക്കും കുളിച്ചത്, കുളിച്ചതിന് ശേഷം വേർത്ത്, അങ്ങനെയൊക്കെ. വേർപ്പ് പോലും അശുദ്ധിയാണ്. ഇതിനേറെ പറയുന്നു, ഒരുപാട് വേർത്തിരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകാൻ പാടില്ല, ഉടനെ കുളിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരുപാട് ശുചിത്വം പാലിക്കുക. എന്നാലും കാരണം ഈ ശുചിത്വം, ഭഗവാൻ അശുദ്ധിയൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആ അശുദ്ധി നമ്മുടെ ബോധത്തെ മലിനമാക്കുന്നുള്ളതാണ്. ബോധത്തെ മലിനമാക്കുമ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ മിസ്സാവും. അത് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അന്നേരം ഭഗവാൻ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും നൽകുക എന്നതാണ്. പിന്നെ സർവോപരി ആ ഭക്തിരസത്തെ ആസ്വദിക്കാനും കൂടിയാണ് ഭഗവാൻ വന്നിരിക്കുന്നത്.
അത് ഭക്തിരസത്തെ ആസ്വദിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണ്? ഭഗവാൻ സ്വയം ഒരു ഭക്തനായി മാറുക എന്നതാണ്. അതുകൊണ്ട് ആ ഭക്തിരസം ആസ്വദിക്കാനായിട്ട് ഭഗവാൻ വന്ന ആ സമയത്ത് ആരും ഭഗവാനെ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ഒരു സേവക ദാസ്യഭാവത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്താ? ഭഗവാൻ ചോദിക്കുക, ഇത്രയും അവതാരങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നു, അതിലെല്ലാവരും എന്നെ ഭഗവാൻ 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 മഹാപ്രഭു പ്രഭു പ്രഭു എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ കേട്ട് മടുത്തു. ഇനി ഞാൻ ദാസനാണ്. ഭഗവാൻ ദാസനാകാൻ ആഗ്രഹിക്കുന്നു, ഭക്തനാകാൻ ആഗ്രഹിക്കുകയാണ്. അന്നേരം ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു, ജഗദാനന്ദ് പണ്ഡിറ്റ് സത്യഭാമദേവിയുടെ അവതാരമാണല്ലോ. ജഗദാനന്ദ് പണ്ഡിറ്റ് മഹാപ്രഭുവിന്റെ ലീലകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രേമ വിവർത്തം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ എന്ത് പറ്റി? ജഗദാനന്ദ് പണ്ഡിറ്റും ഭഗവാന്റെ കൂട്ടുകാരനായിരുന്നു. അന്നേരം ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവര് പാഠശാലയിലേക്ക്, ഗുരുകുലത്തിലേക്ക് പോകുമായിരുന്നു. അന്നേരം ഗംഗാ നദിയുടെ തീരത്തിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ നമ്മുടെ നിമായും ജഗദാനന്ദ് പണ്ഡിറ്റ്, ഈ ജഗദാനന്ദ് പണ്ഡിറ്റ് സത്യഭാമ ദേവിയാണ്. സത്യഭാമ ദേവിയും ആൺകുട്ടിയായിട്ട് അവതരിച്ചിരിക്കുകയാണ് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട്. അന്നേരം ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. അന്നേരം അവര് രണ്ടുപേരും പാഠശാലയിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഭഗവാൻ ഒരു തത്തയെ കണ്ടു. എന്നിട്ട് ആ തത്ത യഥാർത്ഥത്തിൽ ശുകദേവ് ഗോസ്വാമിയായിരുന്നു. ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ തത്തയെ കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് ശുഖമാണല്ലോ, ഭാഗവതം പറഞ്ഞ അതേ ശുഖമാണല്ലോ. അന്നേരം ഈ കൊച്ചു നിമ്മായി ഒന്ന് ആ രംഗം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു കൊടുത്തു, എന്തുമായിരിക്കും അല്ലേ. അന്നേരം കൊച്ചു നിമ്മായി ആ ശുഖത്തിനോട് പറഞ്ഞു, രാധാകൃഷ്ണന്റെ ലീലകൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ക്ഷമിക്കണം, നെറ്റ് കട്ടായി. നമുക്ക് ചർച്ച തുടരാം. അന്നേരം നമ്മുടെ കൊച്ചു നിമായും ജഗദാനന്ദ് പണ്ഡിതും വന്നു. അന്നേരം സാക്ഷാൽ ശുകദേവ് ഗോസ്വാമി മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക, തത്തയുടെ രൂപത്തിൽ തന്നെ. എന്നിട്ട് തത്തയെ കണ്ടപ്പോഴത്തേക്ക് നിമായി പറഞ്ഞു, ഇത് ശുഖമാണല്ലോ. അന്നേരം തത്തയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, നീ രാധാകൃഷ്ണ ലീലകൾ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഉടനെ തത്ത എന്ത് ചെയ്തു? ഗൗര 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 എന്ന് ജപിക്കാൻ തുടങ്ങി. അന്നേരം ഉടനെ നിമ്മായി ചെവി പൊത്തി. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് അതല്ല കേൾക്കേണ്ടത്, എനിക്ക് രാധാകൃഷ്ണന്റെ ലീലകളാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. നീ എന്തിനാണ് വേറെ നാമങ്ങളൊക്കെ ജപിക്കുന്നത്? അതുകൊണ്ട് രാധാകൃഷ്ണൻ ജപിക്കാൻ പറഞ്ഞു. അത് കുറച്ചു നേരം തത്ത ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് തത്ത വീണ്ടും ഗൗര 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 എന്ന് ജപിക്കാൻ തുടങ്ങി. ഭഗവാന് ദേഷ്യം. ഭഗവാൻ പറഞ്ഞു, നിനക്ക് എന്താ പ്രശ്നം? നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്തത്? ഈ സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം വൃന്ദാവനം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നീ ഗൗരനാമല്ല ജപിക്കേണ്ടത്, നീ രാധാകൃഷ്ണൻ ജപിക്കാം. ഉടനെ തന്നെ ശുഗം പറയാൻ തുടങ്ങി, രാധാകൃഷ്ണന്മാര് ഒന്നിച്ചിരിക്കുകയാണ്. ആ രാധാകൃഷ്ണന്മാര് ഒന്നിച്ച് ഗൗരാംഗനായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഗൗര എന്ന് പറയുമ്പോൾ രാധാദേവിയുടെയും കൃഷ്ണന്റെയും നാമം എനിക്ക് ഒന്നിച്ച് ജപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി അങ്ങേക്ക് വേറെ രീതി ജപിക്കണമെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള രീതി അങ്ങ് ജപിച്ചോ, പക്ഷെ ഞാൻ ഗൗര എന്നേ ജപിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഗൗര എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഗൗര 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 എന്ന് ജപിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. അന്നേരം ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു, ഗൗര ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെയാണ്, ശ്രീമതി രാധാറാണിയും
ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടും കൂടി ചേർന്നാണ് ചൈതന്യ മഹാപ്രഭു. ഭഗവാന്റെ പാദത്തിൻ്റെ അടിയിലുള്ള ചിഹ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാലും രാധാറാണിയുടെ പാദത്തിൻ്റെ ചിഹ്നങ്ങളുമുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൻ്റെ ചിഹ്നങ്ങളുണ്ട്. രണ്ടും ഒന്നിച്ചതാണ് ഗൗരാംഗ മഹാപ്രഭു. അതുകൊണ്ട് തന്നെയാണ് അന്നേരം രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ ഒന്നിച്ചതാണ് ഗൗരാംഗ മഹാപ്രഭു. ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല വന്നിരിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഒരു നടനും നടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാടകത്തിൽ. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരായിരിക്കും ആ നാടകം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ നടന്മാര് പ്രേക്ഷകരുടെ ഇടയിൽ വന്ന് ഇരുന്നു കൊണ്ട് അത് ആസ്വദിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിനിമയിൽ നടന്മാര് അഭിനയിച്ചു, ആ സിനിമ അവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതേപോലെയാണ് ചൈതന്യ മഹാപ്രഭു. അതായത് ഭഗവാൻ സ്വയം, ശ്രീമതി രാധാറാണി സ്വയം ഭഗവാന്റെ ലീലകളെ ഒരു ഭക്തനായിട്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമായി ഇപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ല, 10-11 വയസ്സാണ് ഉള്ളതെങ്കിലും മഹാപണ്ഡിതനാണ്. അവിടെ നവദ്വീപിൽ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. നിമായിക്ക് ഒരുപാട് ശിഷ്യരും ആയി തുടങ്ങി. പക്ഷേ പ്രായം കൊണ്ട് നിമായി അവരെക്കാട്ടിയും കുഞ്ഞായിരുന്നുവെങ്കിലും ഭഗവാനെക്കാട്ടിയും പ്രായം കൂടുതലുള്ള ശിഷ്യരും ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു, 11 വയസ്സായപ്പോഴത്തേക്ക് മഹാപ്രഭുവിന് ഏകദേശം ഒരു ഇന്നത്തെ കാലത്ത് PhD ലെവലിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അന്നേരം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൗരാന്ന് കമന്റ്സിലിടും. നമുക്ക് ചർച്ച തുടരാം. ഓക്കെ. അന്നേരം ഭഗവാന് 11 വയസ്സുള്ളപ്പോൾ ഏകദേശം PhD ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാനെക്കാട്ടിയും പ്രായം കൂടിയുള്ള കുട്ടികളെയൊക്കെ മുതിർന്നവരെയൊക്കെ ഭഗവാൻ പഠിപ്പിക്കുകയായിരുന്നു. ഭഗവാൻ ഏകദേശം ഇന്ന് നമ്മൾ കോളേജിൽ കാണുന്ന വലിയ പ്രൊഫസറിനെ പോലെയായിരുന്നു അന്നത്തെ കാലത്ത് ഭഗവാൻ. എന്തിനേറെ പറയുന്നു, ഭഗവാൻ നമ്മുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി നമ്മുടെ ഭാരതത്തിലില്ലായിരുന്നു. അത്രയ്ക്ക് മഹാപണ്ഡിതനായിരുന്നു നമ്മുടെ നിമായി. ഭഗവാന് 14 വയസ്സായപ്പോഴത്തേക്കും ഭഗവാൻ വളരെ കൂടുതൽ ഫേമസ് ആയി. നിമായി പണ്ഡിത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു ബംഗാൾ. അന്നേരം അവരിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു നിമായി. അന്നേരം നമുക്ക് ആലോചിക്കാൻ പറ്റും എത്ര വലിയ പാണ്ഡിത്യമായിരുന്നു ഭഗവാൻ പ്രദർശിപ്പിച്ചിരുന്നത് എന്ന് മനസ്സിലാകാൻ. അന്നേരം ഈ ശിഷ്യരുമായിട്ട് ഭഗവാൻ ഗംഗാ തീരത്തിരുന്ന് കുട്ടികളെല്ലാം ഭഗവാന്റെ ചുറ്റും ഇരിക്കുന്നുള്ളതാണ്. അവരെല്ലാം സംസ്കൃത വ്യാകരണം പഠിക്കാനായിട്ട് ക്ഷമിക്കണം, നെറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സോറി. തുടങ്ങാം. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സംസ്കൃത വ്യാകരണമൊക്കെ പഠിപ്പിക്കും, സംസ്കൃത കാവ്യങ്ങളും പഠിപ്പിക്കും. അന്നേരം സംസ്കൃത ഭാഷയിലെ പല പല തത്വങ്ങളും ഭഗവാൻ ഇങ്ങനെ പഠിപ്പിക്കും. ഭഗവാൻ ന്യായശാസ്ത്രങ്ങളും പഠിപ്പിക്കും. അതായത് എങ്ങനെ തർക്കം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പല പദ്ധതികളും പഠിക്കും. ഭഗവാൻ വളരെ കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ട് ശിഷ്യരെല്ലാവരും കറക്റ്റായിട്ട് അവരുടെ സാധന ചെയ്യുന്നു എന്ന് ഭഗവാൻ ഉറപ്പുവരുത്തുമായിരുന്നു.
ഗായത്രി ജപം, തിലകം ഇടുക, ഇതൊക്കെ ഭഗവാൻ ഉറപ്പുവരുത്തിയിരുന്നു. അന്നേരം പ്രത്യേകിച്ച് ബ്രാഹ്മണ ദീക്ഷ എടുത്ത ഭക്തർ അവരുടെ ഗായത്രി കറക്റ്റായിട്ട് ജപിക്കണം. അതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും, ഭഗവാനെ ധ്യാനിക്കാൻ കഴിയും. അത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇവിടെ ബ്രാഹ്മണ ദീക്ഷ എടുത്ത ഭക്തർക്കായിട്ട് ഗുരു മഹാരാജ് പറയുകയാണ്, ശ്രീല പ്രഭുപാദി പറഞ്ഞു, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി നമ്മളെ ഗോലോകത്തേക്ക് എത്തിക്കാൻ. പക്ഷേ ഈ ഗായത്രി മന്ത്രം, ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന, ദീക്ഷാ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഗായത്രി മന്ത്രം, അതിലൂടെ നമുക്ക് ഒരുപാട് ഭക്തി പുരോഗമിക്കാൻ കഴിയും. അതിൽ ഒരു പ്രത്യേക ഗായത്രി ഉണ്ട്, അത് ഭഗവാന്റെ ഓടക്കുഴലിന്റെ ശബ്ദമാണെന്ന് പറയുന്നു. ബ്രാഹ്മണ ദീക്ഷ എടുത്ത ഭക്തര് എന്നോട് ചോദിച്ചാൽ മതി, അന്നേരം ഞാൻ പറഞ്ഞു തരാതെ ഏത് ഗായത്രി വന്നു. അന്നേരം ആ ഒരു ഗായത്രി ഗുരു മഹാരാജ് പറയുന്നു, സാക്ഷാൽ, കാരണം ദീക്ഷ എടുക്കാത്ത ഭക്തരും ചിലപ്പോൾ ലൈവിൽ കാണുമല്ലോ, അങ്ങനെ അവരോട് ഇത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഓടക്കുഴൽ നാദമാണ് ഒരു ഗായത്രി എന്ന് ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഈ പാഞ്ചരാത്രിക മന്ത്രങ്ങളൊക്കെ, ഗായത്രി മന്ത്രങ്ങളൊക്കെ, അതൊക്കെ ജപിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. ഭഗവാന്റെ പാർഷദരെല്ലാവരും ഗായത്രി മന്ത്രം ജപിച്ചിരുന്നു. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഗായത്രി മാത്രമല്ല, നമ്മൾ ഈ സമ്പ്രദായത്തിലൂടെ, ദീക്ഷയിലൂടെ ലഭിക്കുന്ന ആ ഗായത്രികളെല്ലാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ആധ്യാത്മിക പുരോഗതി ലഭിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കറക്റ്റ് ആ സന്ധ്യാവേളകളിൽ തന്നെ ഗായത്രി ജപിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിലൊരു ഗായത്രി ഭഗവാന്റെ ഓടക്കുഴൽ ശബ്ദമാണ്, ഓടക്കുഴൽ നാദമാണെന്ന് പറയുന്നു. ഓക്കെ, ഏതാണെന്ന് നേരിട്ട് കാണുമ്പോൾ എന്നോട് ചോദിക്കുക, അത് പറഞ്ഞു. ദീക്ഷ എടുത്ത ഭക്തർ മാത്രം. എന്നാൽ ഇവിടെ അന്നേരം പൊതുവെ ഉപനയനം നടക്കുമ്പോഴാണ് ആദ്യത്തെ ഗായത്രി ലഭിക്കാറുള്ളത്. അത് വേദങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. മറ്റുള്ള ഗായത്രി മന്ത്രങ്ങളൊക്കെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു ശിഷ്യരോട് എപ്പോഴും ഗായത്രി ജപിക്കാൻ നിർബന്ധിപ്പിക്കും, കറക്റ്റായിട്ട് ജപിക്കണമെന്ന് പറയും. അതുകൂടാതെ തിലകം ഇടണമെന്നും പറയും. ആരെങ്കിലും തിലകം ധരിക്കാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചും അപമാനിക്കും ആ കുട്ടിയെ. അന്നേരം ഉടനെ ഭഗവാൻ അവരോട് ചോദിക്കും, എന്താണ് നീ തിലകം ധരിക്കാത്തത്? തിലകം ധരിക്കാത്ത നിന്റെ നെറ്റി ശംശാനത്തെ പോലെ ഇരിക്കുകയാണ് എന്ന് ഭഗവാൻ പറയും. നീ എന്തായാലും രാവിലെ കുളിച്ചില്ലെന്ന് തോന്നുന്നു, ഗായത്രിയും ജപിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ നീ എന്തായാലും തിലകം ഇട്ടേനെ. അതുകൊണ്ട് അതെന്തായാലും ചെയ്യണം. അങ്ങനെ പല രീതിയിലും ഭഗവാൻ കളിയാക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ നേരെ പറഞ്ഞയച്ചിട്ട് കുളിച്ച് തിലകം ധരിച്ച് ഗായത്രിയും ജപിച്ചിട്ട് വരണോ മതി എന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള നാണക്കേട് മാറ്റാൻ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് തിലകൊക്കെ ധരിച്ചിരുന്നു, എല്ലാവരും ഗായത്രി ജപിച്ചിരുന്നു. അതുകൊണ്ട് തിലകം ധരിക്കാതെ ആരും കുട്ടികൾ, ഭഗവാന്റെ ശിഷ്യര് പഠിക്കാനായിട്ട് വരത്തില്ലായിരുന്നു. എല്ലാവരും തിലകമൊക്കെ ധരിച്ചതാണ്. അന്നേരം ഗായത്രി മന്ത്രത്തിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദീക്ഷ എടുത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ദീക്ഷ എടുക്കാത്തവർ ഗായത്രി മന്ത്രം ജപിക്കരുത്. ദീക്ഷ എടുത്തവർക്ക് കൂടുതൽ ഗായത്രി, പല പല ഗായത്രികളും നൽകുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം ആ ഗായത്രി മന്ത്രം നമ്മുടെ മനസ്സിനെ പരിശുദ്ധീകരിക്കും. ദീക്ഷ കിട്ടാതെ ഗായത്രി ലഭിക്കുന്നത് ഫലിക്കത്തില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കായി കിടക്കുന്ന പോലെ അത് ലോക്കായി കിടക്കും. ദീക്ഷയിലൂടെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നത്. കാരണം അടിയന് ആ മന്ത്രം അടിയന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചു, ഗുരുവിന് പ്രഭുപാജിയിൽ നിന്ന് ലഭിച്ചു, പ്രഭുപാജി ഈശ്വര ഭക്തി സിദ്ധാന്ത സരസ്വതിയിൽ നിന്ന് ലഭിച്ചു.
അങ്ങനെ ആ പരമ്പരാഗതമായിട്ട് വരികയാണ് ആ മന്ത്രം. അപ്പോഴാണ് ആ ഗുരുവിൽ നിന്നും നമ്മുടെ ചെവിയിലേക്ക് ആ മന്ത്രം പ്രവേശിക്കണം. അപ്പോഴാണ് ആ മന്ത്രം ഫലിക്കുന്നത്. അങ്ങനെ ഗായത്രി ജപിച്ച് അതിനോടൊപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു, നമ്മൾ തിലകം ധരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കുന്നു. ശരീരം ഭഗവാന്റെ ക്ഷേത്രമാണെന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ പറയുന്നു ദ്വാദശ ഊർധ്വ പുണ്ഡ്ര. അന്നേരം ഊർധ്വ തിലകം. തിലകം പല രീതിയിലും ധരിക്കാൻ കഴിയും. പക്ഷെ അത് ഊർധ്വ തിലകമാണ് ഇങ്ങനത്തെ തിലകം. അത് 12 സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ തിലകം ധരിക്കണം. അത് ധരിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കണം. കേശവായ, നാരായണായ, മാധവായ, അങ്ങനെ. ഇവിടെ ഗുരു മഹാരാജ് പറഞ്ഞ്, പ്രത്യേകിച്ച് ദീക്ഷ എടുത്ത ഭക്തർ എന്തായാലും തിലകം ധരിക്കണം. ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, നിങ്ങൾ പുറത്ത് ജോലി അതിലൊക്കെ പോകുമ്പോൾ പോലും തിലകിടണം. പക്ഷെ ഗോപീചന്ദനം കൊണ്ട് തിലകിടാൻ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ, അതായത് ഓഫീസിലൊക്കെ അത് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ പക്ഷം വെള്ളം കൊണ്ടെങ്കിലും തിലകം ധരിക്കണമെന്നാണ് പറയുന്നത്. ആ മന്ത്രം ജപിക്കുകയും ചെയ്യണം. ആ തിലകത്തിന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം കൊണ്ടെങ്കിലും നമ്മൾ തിലകം ധരിക്കണമെന്ന് പറഞ്ഞു. കാരണം ആ മന്ത്രത്തിലൂടെ നമ്മൾ ആ തിലകം ഇടുമ്പോൾ നമുക്കൊരു കവചം പോലെയാണ് എന്ന് ഗുരു മഹാരാജ് പറയുന്നു. പത്മപുരാണത്തിൽ ഗോപീചന്ദനത്തിന്റെ മഹത്വം, അതിലൂടെ തിലകം ധരിക്കുന്നതിന് വേണ്ടി ഒരു അധ്യായം തന്നെ പറയുന്നു പറയും. ആധ്യാത്മിക ലോകത്തിൽ എല്ലാവരും തിലകം ധരിക്കാറുണ്ടെന്ന് പറയും. അത് ഭക്തരുടെ ലക്ഷണമാണ്. അന്നേരം ആരെങ്കിലും തിലകം ധരിച്ചൊരു ഭക്തനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആ കാണുന്ന വ്യക്തിയുടെ എത്രയോ പാപങ്ങൾ നശിച്ച് ആ വ്യക്തിക്ക് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കിട്ടും, ഭഗവാന്റെ ലോകമായിട്ടൊരു കണക്ഷൻ കിട്ടുമെന്നാണ്. അതുകൊണ്ട് ഈ തിലകം ധരിക്കാതെ ആരും ഒരിക്കലും ഇരിക്കരുത് എന്ന് ഗുരു മഹാരാജ് പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച തുടരാം. അത് ബാക്കി നമുക്ക് വൈകിട്ട് എടുക്കുന്നു. എന്താ പറയുന്നത്? കമന്റ്സിലിടും. ചർച്ച നമുക്ക് തുടരാം, അതോ വൈകിട്ട് എടുക്കാമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമന്റ്സിലിടും. തുടരല്ലേ? ഭഗവാൻ എങ്ങനെ കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടേയിരുന്നു. നിമായി പണ്ഡിതൻ എന്ന പേര്. നവദ്വീപ് മൊത്തം ഭഗവാൻ ഇങ്ങനെ ശിഷ്യരുമായിട്ട് കറങ്ങുമായിരുന്നു. ആ സമയത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഭഗവാൻ, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ആർക്കും ഇത് ഭഗവാനാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഭഗവാനെ വലിയ ഇഷ്ടമായിരുന്നു. എന്നിട്ട് എല്ലാവരും ഭഗവാനെ കണ്ടിട്ട്, 14 വയസ്സം കണ്ടേ ഉള്ളൂ ഭഗവാൻ ആ സമയത്ത്. എന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പറയും, ഓ, നമ്മുടെ അഭിമാനമാണ് നിമായി പണ്ഡിത്. ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ പണ്ഡിതനാണോ? ആയിരക്കണക്കിന് ശിഷ്യരായിരുന്നു ഭഗവാൻ ആ സമയത്ത്. പഠിത്തം കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഗംഗാ തീരത്ത് പോവും, അവിടെ കുളിക്കും. നീന്താൻ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ. എന്നിട്ട് കുളിച്ചതിന് ശേഷം ഭഗവാൻ നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അപ്പോഴേക്കും ശശി മാത നല്ല ഭക്ഷണം ഭഗവാന് വേണ്ടി, നിവേദ്യം, പ്രസാദം തയ്യാറാക്കി വെച്ചിരിക്കും. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ചോറ്,
പാവയ്ക്ക, ഇത് രണ്ടുമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഫേവറേറ്റ്. എനിക്ക് തോന്നുന്നു വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ചോറൊന്നും ഭഗവാന് കിട്ടത്തില്ലായിരുന്നു. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാന് റൊട്ടിയും സബ്ജിയൊക്കെയാണ് ഇഷ്ടം, നോർത്ത് ഇന്ത്യക്കാരനെ പോലെ. പക്ഷേ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ ഭഗവാൻ ബംഗാളിയാണ്, നമ്മൾ മലയാളികളെ പോലെ. അന്നേരം ഭഗവാന് ഏറ്റവും ഇഷ്ടം ചോറാണെന്ന് പറയാം. അത് ചോറ് കുറച്ചല്ല, നല്ല കുന്നുപോലെ ഇരിക്കണമെന്ന്. നല്ല കുന്നുപോലെ ചോറും അതിൻ്റെ കൂട്ടത്തിൽ പാവയ്ക്ക, വറുത്ത പാവയ്ക്കല്ല, പാവയ്ക്ക മെഴുക്കുവരട്ടി, അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഷാക്ക് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ മലയാളത്തിൽ എന്താ പറയുന്നത്, ചീര എന്ന് പറയാൻ പറ്റുമോ, ചീരയാണെന്ന് തോന്നുന്നു, പച്ച ചീരയല്ലേ ഇത്? അതായത് മലയാളത്തിൽ ഇനിയിപ്പോൾ എന്താ പറയുന്നത്, നോക്കട്ടെ ഞാൻ. ഭഗവാന് ഇലവർഗ്ഗങ്ങൾ വളരെ ഇഷ്ടമാണെന്നുള്ളതാണ്. ചീര തന്നെ, കറക്റ്റ്. അന്നേരം ഭഗവാന് ഇലവർഗ്ഗങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ്. അന്നേരം പാവയ്ക്ക, ഇലവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അതായത് പല പല പച്ചക്കറികൾ വെച്ചുണ്ടാക്കുന്ന തോരൻ, ഇതൊക്കെ ഭഗവാന്റെ ഫേവറേറ്റ്. അതായത് പക്ക മലയാളിയാണ് ചൈതന്യ. അന്നേരം ഭഗവാൻ ഈ പ്രസാദം കഴിക്കുന്നത് കാണുമ്പം തന്നെ ശചിമാതയ്ക്ക് വലിയ സന്തോഷമാണ്. അതിനുശേഷം ഭഗവാൻ കൂട്ടുകാരുമായിട്ട് വീണ്ടും നവദ്വീപ് മൊത്തം കറങ്ങും. പല പല പണ്ഡിതന്മാരുമായിട്ട് തർക്കത്തിലൂടെയും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിലൂടെയും അവരെയൊക്കെ തോൽപ്പിച്ച്. പക്ഷെ ഭഗവാൻ തോൽപ്പിക്കുമ്പോഴും ആർക്കും ദുഃഖമൊന്നും തോന്നത്തില്ല, സന്തോഷമേ തോന്നും. എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാന് 12-13 വയസ്സാണ് ഏകദേശം എന്ന് പറയുന്നു. അപ്പോഴേക്കും ഭഗവാന് എത്രയോ ശിഷ്യരിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ 12-13 വയസ്സാണെങ്കിലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു യൗവന യുക്തമായിട്ടുള്ള ഒരു പയ്യനെ പോലെ തോന്നും. ആ സമയത്ത് തന്നെ 12-13 വയസ്സുള്ളപ്പോഴേ ഭഗവാന് 7 അടി നീളം ഉണ്ടായിരുന്നു. അന്നേരം ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പേര് തന്നെ അജാനു ലംബിത ഭുജ. അത് ഭഗവാന്റെയും കൂടെ ഒരു ക്വാളിറ്റിയാണ്. ഭഗവാൻ വിഷ്ണു, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ ക്വാളിറ്റിയാണ്. ഭഗവാന്റെ കൈ മുട്ടിന് താഴെ നീളം കാണുമെന്നുള്ളതാണ്. ഭഗവാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ഭഗവാൻ നല്ല പൊക്കവും നല്ല സുന്ദര ശരീരമാണ്. ഭഗവാൻ വളരെ വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പഠിപ്പിക്കുമ്പോൾ പല പല ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയായിരിക്കും വ്യാകരണമൊക്കെ പഠിപ്പിക്കുന്നത്. ഏകദേശം 6 മണിക്കൂറോളം ഭഗവാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കും. എന്നിട്ട് ശിഷ്യര് ഭഗവാന്റെ കൂട്ടുകാരെ പോലെയാണ് ഏകദേശം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളിൽ ഭഗവാൻ എങ്ങനെ പശുക്കളെ മേയിച്ച് കിടക്കുന്നതും കളിക്കുന്നതും അതേപോലെ മഹാപ്രഭു ക്ലാസ് എടുക്കും, ഇവര് ഇത് കേൾക്കും. എന്നിട്ട് ഭഗവാനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും നവദ്വീപ് മൊത്തം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കുട്ടികളും ഭഗവാനെക്കാട്ടിയും പ്രായം കൂടുതലായിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഭഗവാൻ തന്നെയായിരുന്നു നമ്മുടെ എല്ലാം ലീഡർ എന്ന് പറഞ്ഞാൽ നിമായ് പണ്ഡിത് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കാണുന്നത്. ഇനി ഇങ്ങനെ നവദ്വീപ് മൊത്തം കറങ്ങുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും പണ്ഡിതന്മാരെ കണ്ടുമ്പോൾ ഉടനെ ചോദിക്കും, അങ്ങക്ക് സുഖമാണോ, അങ്ങയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. ആ പണ്ഡിതന് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ചോദ്യം ചോദിക്കും. എന്നിട്ട് ആ ഉത്തരം പറയുമ്പോൾ
ഭഗവാൻ ആ ഉത്തരത്തിനെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നുള്ളതാണ്, കളിയാക്കി. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാവരെയും തോൽപ്പിക്കുന്നുള്ളതാണ്. ഭഗവാന് എല്ലാ വേദശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെ എപ്പോഴും വ്യാകരണമായിരിക്കും പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ ഗോപാലനാണ്, പശുക്കളെ മേയിച്ച് നടക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം. അതേസമയത്ത് ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുക, പഠിപ്പിക്കുക, ശുദ്ധമായിട്ട് നടക്കുക, ശാസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പൂജാതി കർമ്മങ്ങൾ, യജ്ഞഹോമാദികൾ ചെയ്യുക, അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ശ്രീരാമസ്വാമി എങ്ങനെയാണോ ക്ഷത്രിയ ധർമ്മത്തെ സ്വീകരിച്ചത്, ഭഗവാൻ കൃഷ്ണൻ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പശുക്കളെ മേയിച്ച് നടന്നത്, അതേപോലെ ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണ പണ്ഡിതനായിട്ട് നടക്കുന്നതിലാണ് ഭഗവാൻ ഇഷ്ടം. അങ്ങനെ എല്ലാ യുവാക്കളുടെയും ഒരു ഹരമായിട്ട് മാറി എന്നുള്ളതാണ്. അവർക്കൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറി നിമായി പണ്ഡിറ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തർക്കത്തിൽ എല്ലാവർക്കും പേടിയായിരുന്നു നിമായിയുമായിട്ട് തർക്കം ചെയ്യാൻ. ആരുടെ ഏത് വാദത്തെയും ഭഗവാന് തടയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് യുവാക്കൾക്ക് പൊതുവെ തർക്കം വലിയ ഇഷ്ടമാണോ, അന്നേരം ശക്തമായിട്ട് തർക്കിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. അന്നേരം എല്ലാവരുടെയും ഹീറോ ആയിരുന്നു നമ്മുടെ നിമായി പണ്ഡിറ്റ്. ഒരിക്കൽ അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരു പാർഷദനുണ്ട്, മുകുന്ദൻ. അന്നേരം ഇതുവരെയും ഭഗവാൻ ഭക്തനാണ്, സാക്ഷാൽ ഭഗവാനാണ്, ഭക്തിഭാവം ഒന്നും ഭഗവാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു വലിയ പണ്ഡിതനെ പോലെയാണ് ഭഗവാൻ നടക്കുന്നത്. അതുകൊണ്ട് ഭക്തർക്ക് അറിഞ്ഞൂടല്ലോ ഇത് ഭഗവാനാണെന്ന്. അതുകൊണ്ട് നിമായി പണ്ഡിതനെ നിമായി പണ്ഡിതനിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുകയായിരുന്നു. ഒരിക്കൽ മുകുന്ദനെ കണ്ടു. മുകുന്ദൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു പാർഷദനാണ്, ഭക്തനാണ്. അന്നേരം മുകുന്ദൻ അറിയത്തില്ല ഇത് സാക്ഷാൽ ഭഗവാനാണ് നിമായി പണ്ഡിതൻ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതൻ, ഭക്തിയൊന്നും ഇല്ലാത്തൊരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിമായിൽ നിന്ന് ദൂരെ പോകാൻ നോക്കി. അപ്പോൾ ഉടനെ നിമായി ഉറക്കെ വിളിച്ചു, മുകുന്ദ മുകുന്ദ, നീ എന്താ എന്നിൽ നിന്ന് അകന്നു പോന്നേ? അന്നേരം ഉടനെ മുകുന്ദനും വിചാരിച്ചു, ഈ നിമായി വലിയ അഹങ്കാരിയാണ്, ഇവൻ ഈ വ്യാകരണം മാത്രമേ അറിയത്തുള്ളൂ, അന്നേരം ഈ സംസ്കൃത കാവ്യത്തിന്റെ വശങ്ങളൊന്നും ഇവൻ അറിയത്തില്ല, എന്തായാലും ഇവനെ ഇന്ന് നാണം കെടുത്തിയിട്ട് തന്നെ കാര്യം എന്ന് മുകുന്ദൻ വിചാരിച്ചു. മുകുന്ദൻ ഭഗവാന്റെ വലിയ പാർഷദനാണ്. പക്ഷെ ആ സമയത്ത് നിമായിയെ വെല്ലുവിളിച്ചു, ഞാൻ എന്തിനു നീ പറയുന്നത് കേൾക്കണം? നിനക്ക് വ്യാകരണം മാത്രമേ അറിയത്തുള്ളൂ, നിനക്ക് സംസ്കൃത കാവ്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. എങ്കിൽ അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നീ ഒരു കാവ്യം രചിക്കും, എന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഉടൻ തന്നെ മുകുന്ദൻ ഒരു കാവ്യം രചിച്ചു. എന്നിട്ട് നിമായി അതിൻ്റെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് വേറൊരു കാവ്യത്തെക്കുറിച്ചും നിമായി സംസാരിച്ചു. ഉടൻ തന്നെ നിമായുടെ ശിഷ്യരെല്ലാം കളിയാക്കി ചിരിക്കാൻ തുടങ്ങി മുകുന്ദന് ഒരുപാട് ദേഷ്യം വന്നു. ഇതുകൊണ്ട് മാത്രമായിട്ടില്ല, നാളെ വീണ്ടും കാണാം, നമുക്ക് വീണ്ടും അടുത്ത കാവ്യം ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഉടനെ മുകുന്ദൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഇവനൊരു ഭക്തനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇത്രയും വലിയ പണ്ഡിതനാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇവന്റെ കൂട്ടത്തിൽ നിന്നേരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗദാധർ പണ്ഡിതനെ കണ്ടു. ഗദാധർ പണ്ഡിറ്റ് രാധാറാണിയാണ്, മനസ്സിലാക്കണം. രാധാറാണി ഭഗവാന്റെ ഒരു ഭക്തനായിട്ട് അവതരിക്കുകയാണ് ആൺ രൂപത്തിൽ. ഉടനെ നിമായി പണ്ഡിറ്റ് പറഞ്ഞു, ഗദാധർ, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, നീ എന്താ ഒളിച്ചിരിക്കുന്നേ? എനിക്ക് നിന്നോട് ഒരു ചോദ്യമേ ഉള്ളൂ, നീ അതിന് ഉത്തരം തരണമെന്ന്. മുക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഭഗവാൻ എപ്പോഴും
ഇങ്ങനെ ബ്രാഹ്മണരെ കണ്ടിട്ട് അവരോട് പല പല ചോദ്യങ്ങളും ചോദിക്കും, മുക്തി എന്താണ്. പക്ഷെ അവർക്കറിയാം ഭഗവാൻ എല്ലാം അറിയാവുന്നതാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണെന്നൊക്കെ. ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന രസികനുമായിരുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ചർച്ച ചെയ്യുന്നതും തർക്കിക്കുന്നതും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഉടൻ തന്നെ ഗദാധർ പണ്ഡിറ്റ് ഉപനിഷത്തിൽ നിന്നും പല പല വാക്കുകളും പല പല ശ്ലോകങ്ങളും കണ്ട് അതൊക്കെ ഉദ്ധരിച്ചു. എല്ലാവിധ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും മോചനമാണ് മുക്തിയെന്ന്. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, ഇത് പൂർണ്ണമല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പല പല ശാസ്ത്രങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ട് പറയും, നീ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. ഗദാധർ പണ്ഡിറ്റ് അത്ഭുതത്തോടു കൂടി നോക്കും, ഇവൻ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ, പിന്നെ ഇവൻ എല്ലാ വേദഗ്രന്ഥങ്ങളും അറിയാലോ എന്ന് ഗദാധർ പണ്ഡിറ്റ് ചിന്തിക്കണം. ഗദാധർ പണ്ഡിറ്റ് രാധാറാണിയാണ്, പക്ഷെ ഈ ലീലയുടെ ഭാഗമായിട്ട് ഗദാധർ പണ്ഡിതും ആ ലീലയിൽ മഗ്നനായിട്ട് നിമായി പണ്ഡിത് ആരാണെന്ന് അറിയാത്ത രീതിയിലായിരുന്നു അതിൽ ആ ലീലയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അന്നേരം ഉടനെ ഗദാധർ പണ്ഡിത് എപ്പോഴും ചിന്തിക്കും, ഇവന് ഇതൊക്കെ എങ്ങനെ അറിയാം, ഈ ഗ്രന്ഥങ്ങൾ ഇന്ന് പലയിടത്തും സുലഭ്യം പോലും അല്ല, എന്നിട്ട് ഇവൻ ഈ ശ്ലോകങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് തർക്കിച്ച് ചൈതന്യ മഹാപ്രഭു പറയും, യഥാർത്ഥ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമല്ല, പക്ഷെ കൃഷ്ണാവബോധമാണ്. കൃഷ്ണനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് യഥാർത്ഥ മോക്ഷം. ഇത് കേട്ടപ്പം ഗദാധർ പണ്ഡിറ്റ് അറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന്. ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. നമുക്ക് നാളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞു. കാരണം ഭഗവാൻ നവദ്വീപ് മൊത്തം ഇങ്ങനെ കറങ്ങും. എന്നിട്ട് കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഭഗവാന്റെ മുമ്പിൽ പെടുന്നവരോടെല്ലാം തർക്കം ഭഗവാൻ ചെയ്യുന്നതാണ്. നവദ്വീപ് മൊത്തം പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അതായത് നമ്മൾ ഈ രാജസ്ഥാനിലൊക്കെ ഗുജറാത്തിലും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഏരിയയിൽ പോയ മൊത്തം വ്യാപാരങ്ങളുടെ വ്യാപാരമായിരിക്കും. അതായത് തുണിക്കടയും അതും ഇതും എല്ലാം ബിസിനസ്സുകാരായിരിക്കും കൂടുതൽ. രാജസ്ഥാനിലും ജയ്പൂരിലും പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം രത്ന വ്യാപാരത്തിൻ്റെ ആൾക്കാരായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ചില ഏരിയസിൽ പോയി എല്ലാം വക്കീൽമാരുടെ, കോടതിയുടെ അടുത്തായിട്ട് എല്ലാം വക്കീൽമാരുടെ ഓഫീസുകളായിരിക്കും. അതേപോലെ നവദ്വീപ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ആ പണ്ഡിതന്മാരുടെ ഇടയിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ ഭഗവാൻ അവരെല്ലാം തോൽപ്പിച്ച മഹാപണ്ഡിതനായിരുന്നു. അന്നേരം ചില ചോദ്യങ്ങൾ ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഉത്തരം ഇല്ലാതെ ആകുന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഭഗവാൻ ആരെയും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തില്ല. വളരെ മധുരമായിട്ട് അവരെ തോൽപ്പിക്കുന്നുള്ളതാണ്. അപ്പോ എല്ലാവരും തമ്മിൽ പറയുന്നത്, ഇവൻ ഭക്തൻ തന്നെയാണ്, പക്ഷെ പരിശുദ്ധ ഭക്തനല്ല, അവൻ എപ്പോഴും ഈ അറിവ് പാണ്ഡിത്യത്തിലാണ് താല്പര്യം. എന്നിട്ട് അവരെല്ലാവരും പ്രാർത്ഥിക്കും, നിമായി പണ്ഡിതിനെ അനുഗ്രഹിക്കണേ ഭഗവാനെ, അവ ഒരു പരിശുദ്ധ ഭക്തനായിട്ട് മാറണേ. അങ്ങനെ ഒരു പരിശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ ഈ നമ്മുടെ ജനസമൂഹം എല്ലാവരും രക്ഷപ്പെടും. കാരണം അവൻ വലിയൊരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹം ഭക്തനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂട്ടായത്തിലുള്ള എല്ലാവരും ഭക്തരായി മാറും എന്ന് പറയുകയാണ്. ചില സമയത്ത് മുതിർന്ന വ്യക്തികൾ നിമായി പണ്ഡിതനെ ശിഷ്യരോടൊപ്പം കാണുമ്പോൾ വഴക്ക് പറയും. എന്നിട്ട് പറയും, നിന്റെ ഈ ഭൗതിക വിദ്യ കൊണ്ട് എന്താ പ്രയോജനം, നിനക്ക് കൃഷ്ണനോട് ഭക്തിയൊന്നുമില്ല, അതുകൊണ്ട് നീ എന്തായാലും ഒരു ഗുരുവിനെ സ്വീകരിക്കണം, എന്നിട്ട് ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കണം, ഭക്തിയിൽ വന്നതിന് ശേഷം ആ ഭക്തി എല്ലാവർക്കും പ്രചരിപ്പിച്ചു കൊടുക്കും, അതാണ് യഥാർത്ഥത്തിൽ നീ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. ഉടൻ തന്നെ ചൈതന്യ മഹാപ്രഭു, തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇനിയും അതിന് സമയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണോ എൻ്റെ ഗുരുവിനെ കാണുന്നത്, എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കുന്നത്, അപ്പോൾ തന്നെ എൻ്റെ ഭക്തി ആരംഭിക്കുന്നതായിരിക്കുന്നു.
അവരുമായിട്ടൊന്നും ഭഗവാൻ തർക്കിക്കാൻ പോയിട്ടില്ല. അവർ പറയുന്ന എല്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൂടുതൽ കൂടുതൽ എല്ലാവരുടെയും ഹൃദയത്തെ കവർന്നു തന്നു. അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല നിമായി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന്. എല്ലാവരും വിചാരിച്ചു വളരെ ശുദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ എന്നായിരുന്നു, വലിയ പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. അവർക്ക് എല്ലാവർക്കും ആ പാണ്ഡിത്യത്തിൽ ബഹുമാനം ഉണ്ടായിരുന്നു. അന്നേരം ഭഗവാൻ എല്ലാവരിൽ നിന്നും ഭഗവാന്റെ ആ വ്യക്തിത്വത്തെ ഭഗവാൻ മറച്ചു വെച്ചു എന്നുള്ളത്. എല്ലാവരുമായിട്ട് എപ്പോഴും കളി ചിരി തമാശയൊക്കെ ഭഗവാൻ വലിയ ഇഷ്ടമായിരുന്നു. ഇനി കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു കാര്യത്തിന്. പല പല ഉപഹാരങ്ങൾ ഭഗവാന് വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു നൽകുമെന്ന്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ചെറുത് കൊടുത്താലും വലുത് കൊടുത്താലും എല്ലാവരെയും ഒരേപോലെ തന്നെ ഭഗവാൻ കാണുമായിരുന്നു. ഭഗവാൻ അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ ഭഗവാന് തോന്നി ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ വാതിൽ മുട്ടും, ഉടൻ തന്നെ അവർ സന്തോഷത്തോടുകൂടി ഭഗവാനെ അകത്ത് സ്വീകരിച്ചിരുത്തും എന്നുള്ളത്. എന്നിട്ട് തുണി നെയ്ത്തുകാരുടെ അവരുടെയൊക്കെ പോവും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭഗവാനെ ഇരുത്തും. എന്നിട്ട് പറയും, നീ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അഭിമാനമാണ്, നീ വലിയ പണ്ഡിതനാണ്, നീ വന്നത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യം, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം ഉടനെ ചോദിക്കും, ഏതൊക്കെ വസ്ത്രങ്ങളാണ് ഉള്ളത്? എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വേണമെന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്ന വസ്ത്രം ഏതാണെന്നത്. ഉടൻ തന്നെ ഭഗവാൻ അതിൽ നോക്കിയിട്ട് എനിക്കിത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ 10 ദിവസം കഴിയുമ്പോഴും ഭഗവാന് പുതിയ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കും. ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന് പുതിയ പുതിയ വസ്ത്രമാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഭഗവാന് ചോറ് ഇഷ്ടമാണ്, പാവയ്ക്ക ഇഷ്ടമാണ്, ചീര ഇഷ്ടമാണ്, അല്ലേ? അതുകൂടാതെ ഭഗവാന് പുതിയ അലങ്കാരം വലിയ ഇഷ്ടമാണ് നിമായി പണ്ഡിതന്. ഹരേ കൃഷ്ണ. അന്നേരം അത് വസ്ത്രം എടുത്തതിന് ശേഷം ഭഗവാൻ ചോദിക്കും, എത്ര രൂപയാണെന്ന് ചോദിക്കും. അന്നേരം ഉടനെ അവിടുത്തെ കച്ചവടക്കാരൻ പറയും, അങ്ങേക്ക് അറിയാമല്ലോ ഇതിൻ്റെ തുക എത്രയാണെന്ന്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് നൽകിയാൽ മതി. ഉടൻ തന്നെ ഭഗവാൻ കുറച്ച് നാണയങ്ങളെടുത്ത് ഇവിടെ കൊടുക്കും എന്നുള്ളതാണ്. എന്നിട്ട് ആ പുതിയ വസ്ത്രം കിട്ടിയ ഉടൻ തന്നെ അവിടെ വെച്ച് തന്നെ ഭഗവാൻ ആ പുതിയ വസ്ത്രം അണിയുന്നുള്ളത്. എന്നിട്ട് ഭഗവാൻ അണിഞ്ഞ ആ വസ്ത്രം ശിഷ്യർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ ഭഗവാൻ ഗോലന്മാരുടെ അടുത്ത് പോകും, പശുക്കളെ മേയ്ക്കുന്നവരോട്. എന്നിട്ട് ഭഗവാൻ പറയും, ഗോലന്മാരെ. ഉടനെ അവർ നിമായി പണ്ഡിത് വരൂ വരൂ വരൂ. അങ്ങനെ എല്ലാവരോടും ഭയങ്കര സൗഹൃദം ഭഗവാന്. എന്നിട്ട് ഭഗവാനെ ഇരുത്തി ഭഗവാന്റെ പാദമൊക്കെ കഴുകി നമസ്കരിക്കും. എന്നിട്ട് പറയും, എനിക്ക് പാല് കൊണ്ടുവരൂ, നെയ്യ് കൊണ്ടുവരൂ, തൈര് കൊണ്ടുവരൂ, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ കാശൊന്നും ഇല്ല കേട്ടോ, പിന്നെ ഞാൻ എങ്ങനെ അതിൻ്റെ തുക എങ്ങനെ തരും? അതിനോട് പറയാം, അതൊന്നും കുഴപ്പമില്ല, അങ്ങ് ഇത് നമ്മുടെ ഗിഫ്റ്റായിട്ട് സ്വീകരിക്കാൻ പറയും. എന്നിട്ട് അവിടെ കൂട്ടുകാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പലതരത്തിലുള്ള പാലിൻ്റെ ഉത്പന്നങ്ങളെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് ഭഗവാൻ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന രീതിയിൽ പല പല വാക്കുകളും പറയും. അന്നേരം ഭഗവാന്റെ സംസാരമൊക്കെ കേട്ടിരിക്കാൻ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും, സാക്ഷാൽ ഭഗവാനാണ്. ഇങ്ങനെയായിരുന്നു ഭഗവാന്റെ ദിനചര്യകളൊക്കെ. തീർന്നിട്ടില്ല, ഇനി നമുക്ക് തുടരാം. ഇനി സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധ തൈലം, അതൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ അടുത്തെത്തും. അദ്ദേഹം വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ആസനം ഭഗവാൻ ഇരിക്കാനായിട്ട് കൊടുക്കും. എന്നിട്ട്, എന്താണ് അങ്ങയുടെ കയ്യിലുള്ളത്? പുതിയ
സംഭവം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കും. അന്നേരം പറഞ്ഞു, പുതിയൊരു തൈലം, സുഗന്ധ തൈലം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഒന്ന് പുരട്ടിക്കഴിഞ്ഞാൽ ആ സുഗന്ധം എത്രയോ മണിക്കൂറോളം നിലനിൽക്കുമെന്ന് പറയും. എന്നിട്ട് പറഞ്ഞ്, ഇന്നിത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ അത് നിൽക്കുമെന്ന് പറയും. അത് പിറ്റേന്ന് രാവിലെ വരെ കാണുന്നത്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ സുഗന്ധ തൈലത്തിന്റെ സുഗന്ധം നിന്നില്ല എങ്കിൽ ഞാൻ കാശ് തിരിച്ചു തരാമെന്ന് പറയും. അന്നേരം ഉടനെ ഭഗവാൻ പറയും, എൻ്റെ കാശൊന്നുമില്ല, ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണനാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, പക്ഷെ എൻ്റെ കാശൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം അലിഞ്ഞു പോകുന്നില്ല. അന്നേരം ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല. പൂർവ്വജന്മത്തിൽ കോടാനുകോടി വർഷങ്ങളിൽ തപസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നവദ്വീപിൽ ജനിക്കാൻ കഴിഞ്ഞതും ഭഗവാന്റെ പാർഷദനായിട്ട് മാറാൻ കഴിഞ്ഞതും. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് സങ്കടം തോന്നും, ആ കച്ചവടക്കാർക്ക്. ഭഗവാൻ കാശില്ലെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അല്ലേ. ബാക്കിലോ കൂടി ബ്രഹ്മാണ്ഡ നായകൻ കാശില്ലെന്ന് പറയാൻ എന്തോ അല്ലേ. അന്നേരം ആ സുഗന്ധ ദ്രവ്യം ഭഗവാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഭഗവാന്റെ ദേഹത്ത് പുരട്ടും, ശിഷ്യരുടെ ദേഹത്തും പുരട്ടും. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് വീണ്ടും അവിടെയുള്ള തെരുവിലൂടെയൊക്കെ ഇങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഓരോരോ പല പല കമ്പോളങ്ങളിലൂടെയൊക്കെ പോകും. അങ്ങനെ എല്ലാവരും പറയും, ആ നിമായി പണ്ഡിത് വരുന്നു, ഒരു സിംഹത്തെ പോലെയാണ് നിമായി പണ്ഡിത് നടക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയും. അതിനുശേഷം ഭഗവാൻ കുറച്ചും കൂടെ ഒരു കാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പോകും. എന്നിട്ട് പൂക്കച്ചവടക്കാരുടെ അടുത്തെത്തും. അവരെല്ലാം, ഓ നിമായി പണ്ഡിത് വരൂ വരൂ എന്ന് പറഞ്ഞിരുത്തും. എന്നിട്ട് ഭഗവാൻ പറയും, ഈ പാവപ്പെട്ട ബ്രാഹ്മണന് തരാനായിട്ട് എന്തെങ്കിലും മാലയുണ്ടോ എന്ന് ചോദിക്കും. ഉടൻ തന്നെ അവര് കെട്ടിയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മാല എടുക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ പറയും, എൻ്റെ കാശൊന്നും ഇല്ല കേട്ടോ. ഉടനെ തന്നെ പൂക്കച്ചവടക്കാരൻ പറയും, അതൊന്നും പ്രശ്നമല്ല, ഇതെന്തായാലും നിനക്ക് വേണ്ടി തന്നെ ഞാൻ നിർമ്മിച്ചതാന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ ഒന്ന് ചിരിക്കും. ഇത് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ലീലകളൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് കമൻസിലിടും. അങ്ങനെ അന്നേരം ഭഗവാൻ ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഓർത്തു വെക്കുക, ഭഗവാന് മാല ഭയങ്കര ഇഷ്ടമാണ്, സുഗന്ധ തൈലം വലിയ ഇഷ്ടമാണ്, പുതിയ വസ്ത്രം. എന്താണ് ഞാൻ പറയുന്നത് അറിയാമല്ലോ, ഇവിടെ ഉണ്ട് ചൈതന്യ മഹാപ്രഭു. ഗോർപൂർണിമയ്ക്കായിട്ട് നിങ്ങൾ കരുതുക. ഭഗവാന് ചോറ് വലിയ ഇഷ്ടമാണ്, പാവയ്ക്ക വലിയ ഇഷ്ടമാണ്, ചീര വലിയ ഇഷ്ടമാണ്, സുഗന്ധ തൈലം ഇഷ്ടമാണ്, വസ്ത്രം വലിയ ഇഷ്ടമാണ് ഭഗവാന്, പുതിയ പുതിയ വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ ഇഷ്ടമാണ്. ഒരു പ്രഭുജി പറയുന്നത് അവരൊക്കെ എത്ര ഭാഗ്യമെന്നോ. പിന്നെ എന്താ പറയല്ലേ, പാലുത്പന്നങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുന്നത്, മാല, പുതിയ പുതിയ മാല അണിയാൻ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഇനി ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു ഭക്തൻ ചോദിക്കുന്നു, അവർക്ക് അപ്പോൾ തന്നെ മോക്ഷം കിട്ടിയാണെന്നല്ലേ. പിന്നെ എന്താ സംശയം, അവരൊക്കെ മോക്ഷം കിട്ടിയതുകൊണ്ടാണ് അവരിതിൽ പങ്കെടുത്തിരിക്കുന്നത് അല്ലേ. എല്ലാ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും മോചിതരായതുകൊണ്ടാണ് അവർ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നത്. നമുക്കും അവസരം കിട്ടും, നാമം ജപിച്ച് ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. കാരണം ഭഗവാന്റെ ലീലകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭഗവാൻ വീണ്ടും കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇനി വെറ്റ വയ്ക്കുന്ന ആളുടെ അവിടെ എത്തിയെന്നുള്ളത്. ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്, നമ്മൾ മുറുക്കാൻ പാടില്ല. ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. അന്നേരം മുറുക്കുന്നതും ഭഗവാന് വലിയ ഇഷ്ടമാണ്. പക്ഷെ മുറുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ സിനിമകളിലും പണ്ടത്തെ ഇതിലും കാണുന്ന പോലെ എപ്പോഴും മുറുക്കി മുറുക്കി വായിൽ മുഴുവൻ മുറുക്കാൻ അങ്ങനെയില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു രസത്തിന് വേണ്ടി മുറുക്കും. വായെല്ലാം കൂടെ ചുമന്നൊന്നും അല്ല ഇരിക്കുന്നത്. ഭഗവാൻ എത്ര മുറുക്കിയാലും ഭഗവാന്റെ പല്ല് മുല്ലമുട്ട് പോലെ ഇങ്ങനെ അതിസുന്ദരമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ വെറ്റില വയ്ക്കുന്ന ആള്
ഭഗവാനെ കണ്ടോണ്ടേ നിമായി വരൂ വരൂ എന്ന് പറഞ്ഞ് അവിടെ ഭഗവാനെ ഇരുത്തി. എന്നിട്ട് ഭഗവാന് പലതരത്തിലുള്ള മസാലയൊക്കെ മിക്സ് ചെയ്ത പല സുഗന്ധ ഔഷധികളും ഒക്കെ നിറച്ച വെറ്റില നിറച്ചു ഭഗവാൻ കൊടുത്തു എന്നുള്ള. എന്നിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നിട്ട് ഇങ്ങനെ പല പല ആൾക്കാരെയും ഭഗവാൻ കാണും. എല്ലാവർക്കും ഭഗവാനോട് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ കംസനെ കൊല്ലാൻ വേണ്ടി മധുരയിലെത്തിയപ്പോൾ മധുരയിലുള്ള ഓരോ കച്ചവടക്കാരും ഭഗവാനെ, ഓരോരോ ഭക്തരും മുന്നോട്ട് വന്ന് ഭഗവാൻ ഓരോരോ ഉപഹാരങ്ങൾ കൊടുത്തത്, അതേപോലെ എല്ലാ ദിവസവും നിമായി പണ്ഡിതന് പല പല ഭക്തരും പല പല ഉപഹാരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓരോരോ വ്യക്തികളെയും വീടുകൾ തോറും ഭഗവാൻ ഇങ്ങനെ സന്ദർശിച്ചു. എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ വലിയ ഇഷ്ടമാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴാണ് നിമായി വരുന്നത്. അന്നേരം എല്ലാ ദിവസവും എല്ലാ വീടുകളും സന്ദർശിക്കത്തില്ല. ഇന്ന് ഈ വീട്, ഇനി വേറൊരു ഏരിയ, അങ്ങനെ പല പല സ്ഥലങ്ങളായിട്ടാണ് പോകുന്നത്. അന്നേരം എല്ലാവരും ഇങ്ങനെ കൊതിച്ചിരിക്കും. അന്നേരം എല്ലാവരും ഇങ്ങനെ കൊതിച്ചിരിക്കും ഭഗവാൻ ഇനി അടുത്ത എപ്പോഴാ വരുന്നതെന്ന്. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ഒരു ജ്യോത്സ്യനെ കണ്ടു. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ജ്യോത്സ്യന് ഭാവി അറിയാനുള്ള പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ബഹുമാനത്തോടു കൂടി അവിടെ എത്തി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു, ഇത് ഭയങ്കര രസമാണ്, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ചൈതന്യ മഹാപ്രഭു ആ ജ്യോത്സ്യനോട് പറഞ്ഞു, അങ്ങ് വലിയ വിദ്വാനാണ്, വലിയ സിദ്ധനാണ്, അങ്ങേക്ക് ഭൂതം ഭാവി വർത്തമാനം എല്ലാം അറിയാലോ. ഞാൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നെന്ന് എനിക്ക് പറയാൻ കഴിയുന്നു. ഉടൻ തന്നെ ജ്യോത്സ്യൻ അംഗീകരിച്ചു. എന്നിട്ട് ഗോപാലകൃഷ്ണ മന്ത്രം, ഭഗവാന്റെ മന്ത്രം തന്നെ ജപിക്കുകയാണ്. അതിലൂടെയാണ് അദ്ദേഹത്തിന് എല്ലാം അറിയാൻ കഴിയുന്നത്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി, കണ്ണടച്ചു. എന്നിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ നാരായണനെ കണ്ടു. ശംഖുചക്ര ഗദാപത്മത്തോട് നിൽക്കുന്ന നാരായണനെ കണ്ടു. ഇത് കണ്ടിട്ട് സ്തംഭിച്ചു പോയി ആ ജ്യോത്സ്യൻ. വീണ്ടും രൂപം മാറി നോക്കിയപ്പോൾ ഇപ്പോൾ ഇതേ നാരായണൻ തന്നെ ഒരു കുട്ടിയുടെ രൂപത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. വസുദേവനും ദേവകിയും കൈകൂപ്പി നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് വസുദേവര് ആ കുട്ടിയും കൊണ്ട് ഗോകുലത്തിലേക്ക് യമുനാ നദി മറികടന്ന് ഗോകുലത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. നീല കാർവർണനെ കണ്ടു, യശോദാമ്മയെ കണ്ടു. എന്നിട്ട് കുറച്ചും കൂടെ പ്രായം കൂടിയ വലിയ കുട്ടിയായിട്ട് ഭഗവാനെ കണ്ടു. വൃന്ദാവന നികുഞ്ചങ്ങളിൽ വിഹരിക്കുന്നതായിട്ട് ഓടക്കുഴലിന് ഊതി പശുക്കളെ മേയിച്ച് നടക്കുന്നതും ഗോപികമാരുമായിട്ട് രാസലീല നൃത്തം ചെയ്യുന്നതും ഒക്കെ കാണുകയാണ്. കംപ്ലീറ്റ് ഭഗവാന്റെ ലീലകളും ആ ജ്യോത്സ്യം കണ്ടു നിന്നു. എന്നിട്ട് ആള് ചിന്തിച്ചു, ഞാൻ എന്താണ് ഇത് കാണുന്നത്? എന്നിട്ട് കണ്ണു തുറന്നു. എന്നിട്ട് ആൾക്ക് മനസ്സിലായില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇത് കാണുന്നത്. വീണ്ടും കണ്ണടച്ച് ധ്യാനിക്കാൻ നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണുകയാണ്, ഹനുമാൻ സ്വാമിയെ കാണുകയാണ്, മത്സ്യാവതാരത്തെ കാണുകയാണ്, പിന്നെ വാമനമൂർത്തിയെ കണ്ടു, നരസിംഹരൂപത്തെ കണ്ടു, ഹിരണ്യകശിപുവിനെ വധിക്കുന്നതായിട്ട്, വരാഹസ്വാമിയെ കണ്ടു, ഭൂമിയെ ഉദ്ധരിക്കുന്നതായിട്ട്. ഇതെല്ലാം കണ്ട് പല പല അവതാരങ്ങളും കണ്ട് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് ജ്യോത്സ്യം. വീണ്ടും കണ്ണു തുറന്ന് നോക്ക്, ഡിബായ് പണ്ഡിറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ ദേഹകാന്തി ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് കണ്ടു. അന്നേരം ഉടൻ തന്നെ ആ ജ്യോത്സ്യൻ ചിന്തിച്ചു, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, വലിയൊരു യോഗിയാണെന്ന് തോന്നുന്നു. അതോ വേറെ ഏതെങ്കിലും ദേവനാണോ ഇവിടെ വേഷം മാറി വന്നിരിക്കുന്നത്? ഇങ്ങനെ പല പല ദൃശ്യങ്ങളും ആ വ്യക്തി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു, എന്നെ സംരംഭത്തിലാക്കാനായിട്ട്, എന്നെ പരീക്ഷിക്കാനായിരിക്കും. എന്തായാലും ഇതൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ജ്യോത്സ്യന് മനസ്സിലായി. പക്ഷേ
ഈ ജോത്സ്യന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നതെന്ന്. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ആർക്കും ചൈതന്യ മഹാപ്രഭുവിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തനാണ് ചൈതന്യ മഹാപ്രഭു. കാരണം ആ ഒരു ഭാഗ്യം ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനിയൊരു ജന്മമില്ല എന്ന് മാത്രമല്ല, അവർ ഗോലോകത്തിലേക്ക് ഈ ജന്മത്തിൽ തന്നെ പോകുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിൽ ചൈതന്യ മഹാപ്രഭുവിലുള്ള വിശ്വാസവും ഭക്തിയും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടിത്തുടങ്ങി എന്നാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ആർക്കും ചൈതന്യ മഹാപ്രഭുവിനെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല. ഹരേ കൃഷ്ണ. എന്താ പറയല്ലേ? കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ വന്നപ്പോൾ കണ്ടില്ലേ, കംസനും ഭഗവാനെ കണ്ടു, എല്ലാ അസുരന്മാരും ഭഗവാനെ കണ്ടു. പക്ഷെ ഭഗവാനോട് ആ ഭക്തിഭാവമല്ല വന്നത്. കാരണം ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഭഗവാനോട് ഭക്തി തോന്നത്തില്ല. അതുകൊണ്ട് ആ കാരുണ്യം ലഭിക്കാനാണ് നമ്മൾ പഞ്ചതത്വ മന്ത്രവും ജപിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ, കാരുണ്യം തരണേ ഭഗവാനെ, ഭഗവാനെ കാരുണ്യം തരണേ, അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ യാചിക്കുകയാണ്, പ്രേമഭക്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അന്നേരം സാക്ഷാൽ ഭഗവാൻ മുന്നിൽ വന്ന് നിന്നിട്ടും ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടും ആ ജോത്സ്യന് മനസ്സിലാവുന്നില്ല ഇത് ഭഗവാൻ കൃഷ്ണനാണ്. അങ്ങനെ ആകെ കൂടെ ജോത്സ്യൻ ആകെ കൺഫ്യൂസ്ഡായി. ഇതൊക്കെ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത് തന്നെയാണ് ഗുരു മഹാരാജും പറയുന്നത്, ഭഗവാൻ കൺമുന്നിൽ വന്നു നിന്നാലും ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ജോത്സ്യൻ ആകെ ഭ്രാന്ത് പിടിച്ചു. വീണ്ടും വീണ്ടും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. ഭഗവാൻ ഏതോ ശക്തനായിട്ടുള്ള ദേവനാണ്, ഭൂമിയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ടും ചൈതന്യ മഹാപ്രഭു ആരാണെന്നൊന്നും മനസ്സിലായില്ല. ഒരു ഭക്തൻ ചോദിക്കുന്നു, നമ്മൾ വീട്ടിൽ വെച്ച് മഹാപ്രഭുവിൻ്റെ പൂജ ചെയ്യുന്നു, അപ്പോൾ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടുമല്ലേ? തീർച്ചയായിട്ടും ഭഗവാന്റെ നാമം ജപിക്കുക, പഞ്ചതത്വ മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം പ്രാർത്ഥിക്കുക ഭഗവാനോട്. ഭഗവാന് വേണ്ടി ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏത് ഗുരു പരമ്പരയിൽ വരുന്നോ ദീക്ഷ സ്വീകരിക്കണം. ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സേവനങ്ങൾ ചെയ്യണം ഭഗവാൻ. അത് എങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ച് മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടും. അന്നേരം ഈ ജോത്സ്യന് ഒട്ടും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതേപോലെയായിരുന്നു ഗർഗമുനിയും ഭഗവാന്റെ പേരിടാനായിട്ട് വന്ന സമയത്ത് ഗർഗമുനിയും പല പല ഭഗവാന്റെ ജാതകമൊക്കെ നോക്കുമ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയൊക്കെ ആയിട്ടും ജോത്സ്യന് മനസ്സിലായില്ല ഭഗവാൻ ആരാണ്. ഹരേ കൃഷ്ണ. ഇത് ഭഗവാൻ ഒരു രസത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഹരേ കൃഷ്ണ. ഇനി ഒരുപാട് ലീലകളുണ്ട്. നമ്മൾ ഇന്ന് വൈകുന്നേരത്ത് 6 മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 6:30 ആക്കാം അല്ലേ? നമുക്ക് 6:30 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ജപവും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അന്നേരം നമ്മൾ വൈകിട്ട് 6:30 കാണാം. ഓക്കെ. ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരത്ത് 6:30 നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.